മാന്യപ്രേക്ഷകരെ നമസ്കാരം. ചൊറിയാതെ വയ്യ അടുത്ത എപ്പിസോഡിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്നേഹ സ്വാഗതം. എന്തൊക്കെയായിരുന്നു തോക്കും വേടി കടക്കോപ്പ്, എന്തൊക്കെയായിരുന്നു നരേന്ദ്രമോദിജി നാട് വിടണം, ഇന്ത്യ മുന്നണി ചണ്ടി മുന്നണി ആവുന്നു, എന്തൊക്കെയായിരുന്നു. ഏതായാലും ഗംഭീരമായി തന്നെ 290, 235, 18 എന്നുള്ള രീതിയിൽ അന്തിമ ഫലത്തിലേക്ക് ഇതുവരെ പ്രഖ്യാപനത്തിലേക്ക് എത്താതെ നമ്മുടെ ലോക്സഭ ഫലങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ചാണകത്തിൽ ചവിട്ടിയാൽ എന്തോ വലിയ സംഭവമാണെന്ന് പറഞ്ഞു നടന്നിരുന്ന ചാണകത്തിൽ മുങ്ങി തൃശ്ശൂർ എന്ന മറ്റൊരു സന്തോഷകരമായിട്ടുള്ള വാർത്ത, അതും വ്യക്തമായിട്ടുള്ള 75,000-ന് മുകളിൽ വരുന്ന രീതിയിലുള്ള ആ ഒരു ഭൂരിപക്ഷം എന്നൊക്കെ പറഞ്ഞാൽ 3/4 ലക്ഷത്തോളം എന്നൊക്കെ പറഞ്ഞാൽ, മാത്രമല്ല തിരുവനന്തപുരം അടക്കമുള്ള, ആറ്റിങ്ങൽ അടക്കമുള്ള ഒരുപാട് ലോക്സഭാ മണ്ഡലങ്ങളിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം കാഴ്ചവെച്ച് BJP അവരുടെ വോട്ടിംഗ് ശതമാനം 20-ന് മുകളിലേക്ക്, 20% മുകളിലേക്ക് എന്നതാണ് ആധികാരികമായിട്ടുള്ള റിപ്പോർട്ട്. വന്നിട്ടില്ല. എന്തായാലും ആ 15-നുള്ളിൽ ഉണ്ടായിരുന്ന ആ വോട്ടിംഗ് ശതമാനം 20-ന് മുകളിലേക്ക് കയറി പോകാം. മാത്രമല്ല നമ്മൾ ശ്വാസം അടക്കി പിടിച്ച് തിരുവനന്തപുരത്തെയും ആറ്റിങ്ങലിലെയും ഈ തൃശ്ശൂരിന്റെ പിന്നെ ശ്വാസം അടക്കി പിടിക്കൽ ഏകദേശം 10 മണിയോടുകൂടി തീർന്നിരുന്നു. കാരണം അത് വ്യക്തമായ ഭൂരിപക്ഷത്തിലേക്കും സുരേഷ് ഗോപി സാർ അടുത്തതൊക്കെ നമ്മൾ കണ്ടതാണ്. വലിയൊരു അഭിമാനമായി തന്നെ ചാണകം ചവിട്ടി എന്ന് തന്നെ തൃശ്ശൂർകാർക്ക് ഇനി അഭിമാനത്തോടു കൂടി തന്നെ പറയാം. കാരണം ചാണകം ചവിട്ടാതെ കേരളത്തിന്റെ 75 വർഷങ്ങൾ എന്തായിരുന്നു എന്ന് ചിന്തിക്കുന്നിടത്ത് കൃത്യമായിട്ടും അന്നം ഭക്ഷിക്കുന്ന ആളുകൾക്ക് പറയാൻ പറ്റും എന്തായിരുന്നു കേരളം എന്നുള്ളതും. മാത്രമല്ല 6.5 പതിറ്റാണ്ട്, 67 വർഷത്തോളം കോൺഗ്രസ് എന്ന് പറയുന്ന ആ പാർട്ടി രാജ്യം അടക്കി ഭരിച്ചതിന് ശേഷം 2014-ൽ നരേന്ദ്രമോദിജി ഭരണത്തിൽ വന്നതിന് ശേഷമുള്ള 10 വർഷങ്ങൾ എന്തായിരുന്നു എന്ന് ചിന്തിക്കുന്നിടത്തും കൃത്യമായിട്ടുമുള്ള ഉത്തരമുണ്ട്. ഇതിനെല്ലാം നമ്മൾ നന്ദി പറയേണ്ടത്, കേരളത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ നന്ദി പറയേണ്ടത് പിണറായി വിജയനോടാണ് എന്ന് പറഞ്ഞ് തെറ്റ് പറയാനാവില്ല. എന്താണ് ടീച്ചറെ, എന്താണ് ചാണകത്തിൽ ചവിട്ടിയ സന്ദത്തിലാണോ, എന്താണ്, എങ്ങനെയാണ് ആ സന്തോഷത്തിലേക്ക് കടന്നു വരുന്നത്? സന്തോഷകരമായ ഒരു നിമിഷത്തിലാണ് നമ്മളുള്ളത്. പ്രിയ പ്രേക്ഷകർക്ക് ചൊറിയാതെ വയ്യ എന്ന പ്രോഗ്രാമിലേക്ക് വീണ്ടും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് വൈജു പറഞ്ഞു വെച്ചിടത്തു നിന്ന് തന്നെ തുടങ്ങാമെന്ന് തോന്നുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ബൂത്തില് BJP വോട്ട് ഇരട്ടിയായതായിട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്ന കണക്കുകൾ. എന്തുകൊണ്ടാണെന്ന് നമുക്കറിയാം. അതായത് നമ്മൾ കേൾക്കാറുണ്ട് രാജഭരണം. രാജഭരണം എന്ന് പറഞ്ഞാൽ രാജാവ് കൊള്ളയടിക്കേണ്ട രാജാവിന്, കാരണം ഈ രാജ്യവും അതിനകത്തുള്ള പ്രജകളും എല്ലാം എന്റേതാ, അതുകൊണ്ട് കൊള്ളയടിക്കണ്ട, അയാൾ കൃത്യമായി ഭരിക്കും. പക്ഷേ ഇതങ്ങനെ ആയിരുന്നില്ല. പുറമേക്ക് രാജാവാണ്, സ്വേച്ഛാധിപതിയാണ്, അതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ എന്നാലും അധികാരം എന്റെ കയ്യിലാണ്, ഞാൻ കൈയിട്ട് വാരും, അടുത്ത തവണ എന്താണെങ്കിലും ഞാൻ പുറത്തിറങ്ങും, ഈ കസേര സ്ഥിരമല്ല എന്ന് വ്യക്തമായി അറിയുന്നത് കൊണ്ട് കട്ടുമുടിക്കാവുന്നതിന്റെ പരമാവധി മുടിച്ചു. രണ്ടാമത്, ജനങ്ങളുടെ മേൽ പ്രഹരമേൽപ്പിക്കാൻ, ജനങ്ങൾക്ക് എത്ര കണ്ട് ഭാരം, അവർക്ക് എടുക്കാൻ വയ്യാത്ത ഭാരം അവരുടെ ചുമലുകളിൽ വെച്ചു കൊടുക്കാനും ഒരു മുഖ്യമന്ത്രി തയ്യാറായപ്പോൾ ജനങ്ങൾക്ക് വെളിവ് വെച്ചു. 2019-ല് BJPക്ക് കിട്ടിയ 53 വോട്ട് ഇത്തവണ 115 വോട്ടായി ഉയർന്നു. ബൂത്തിലെ LDFന്റെ ലീഡ് കുറഞ്ഞത് നമ്മൾ കണ്ടു. എന്തുകൊണ്ടാണ്? അഹങ്കാരം തലക്ക് പിടിച്ചു, അമിതമായ ആത്മവിശ്വാസമായി പോയി. 2019-ല് LDFന് 517 വോട്ടാണ് ലഭിച്ചതെങ്കിൽ ഇത്തവണ അത് 407 വോട്ടുകളായി കുറഞ്ഞു. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പില് കണ്ണൂർ മണ്ഡലത്തിൽ വോട്ട് എണ്ണിയ സമയത്ത് ഇടത് കോട്ടകളിൽ വിള്ളൽ ഉണ്ടായിരിക്കുന്നതാണ് നമ്മൾ കണ്ടത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ധർമ്മടം മണ്ഡലത്തിലും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ തളിപ്പറമ്പ് മണ്ഡലത്തിലും KK ശൈലജയുടെ മട്ടന്നൂർ മണ്ഡലത്തിലും സുധാകരൻ ഭൂരിപക്ഷം നേടിയത് നമ്മൾ കണ്ടു. ധർമ്മടത്ത് മാത്രം ആദ്യ 2 റൗണ്ട് എണ്ണിയപ്പോൾ 2205 വോട്ട് ഭൂരിപക്ഷം എന്നാണ് നമ്മൾ TV-യിൽ കാണുന്നത്. ലോക്സഭാ മണ്ഡലത്തിലെ മുഴുവൻ നിയോജക മണ്ഡലങ്ങളിലും ലീഡ് K സുധാകരനാണ്. ആദ്യ 3 റൗണ്ടിൽ സുധാകരന്റെ ലീഡ് 26,729 ഉയർത്തി. 2019-ല് ആദ്യ 3 റൗണ്ടിൽ സുധാകരന്റെ ലീഡ് 24,480 വോട്ടായിരുന്നു. ഇതിലേക്ക് 2000-ലേറെ വോട്ടിന്റെ വർധനവാണ് ഇവിടെ ഉണ്ടായത്. ഇത് എന്തുകൊണ്ടുണ്ടായി, എങ്ങനെ ഉണ്ടായി എന്ന് ആലോചിച്ചാൽ മതി. ഇപ്പോ തെരഞ്ഞെടുപ്പ് തുടങ്ങുന്ന സമയത്ത് തന്നെ വിജയം ഉറപ്പിച്ചിരുന്നെന്നാണ് K സുധാകരൻ പ്രതികരിച്ചത്. സംസ്ഥാന സർക്കാരിനും കേന്ദ്ര സർക്കാരിനും എതിരായ ഭരണവിരുദ്ധ വികാരമടക്കം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചെന്ന് അദ്ദേഹം പറഞ്ഞു. തങ്ങൾ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും
ജനങ്ങൾ മുഖവിലക്കെടുത്തതിന്റെ തെളിവാണ് വിജയമെന്ന് അദ്ദേഹം പറഞ്ഞു. തൃശ്ശൂരിലെ 3ാം സ്ഥാനത്ത് എത്തിയത് പരിശോധിക്കുമെന്ന് പറഞ്ഞ അദ്ദേഹം തൃശ്ശൂരിൽ നടന്നത് ഒത്തുകളിയാണെന്ന് കുറ്റപ്പെടുത്തി. കാരണം ഇത്തവണ ഇപ്പൊ വോട്ടിംഗ് മെഷീനെ പറയാൻ പറ്റിയില്ല. അതല്ലെങ്കിൽ ഇപ്പൊ BJP ആയിരുന്നു ലീഡെങ്കിൽ ഉറപ്പായിട്ടും വോട്ടിംഗ് മെഷീന് സമാധാനം ഉണ്ടാകുമായിരുന്നില്ല. സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചാൽ പിണറായി വിജയനെയും മകളെയും സംരക്ഷിക്കാമെന്ന ഒത്തുകളി ഉണ്ടായിരുന്നെന്നാണ്, അതുകൊണ്ടാണ് ഈ വിജയം പ്രതിഫലിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കാരണം അപ്പോഴും യാഥാർത്ഥ്യങ്ങളോട് പൊരുത്തപ്പെടാൻ ഇവർക്ക് പറ്റുന്നില്ല. അത് മറ്റൊന്നും കൊണ്ടല്ല, ഒരു സ്വേച്ഛാധിപത്യം ഇവരുടെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. അതായത് നമ്മൾ മാത്രമേ പാടുള്ളൂ, നമ്മൾ ചവിട്ടുന്ന ഇടമെല്ലാം നമുക്ക് സ്വന്തമെന്ന് പറഞ്ഞതുപോലെ ഒരു തരം ധാർഷ്ട്യം. പിന്നെ ഇന്ത്യ മുന്നണിയുടെ മുന്നേറ്റം പ്രതീക്ഷിച്ചതിനും അപ്പുറമാണെന്ന് സുധാകരൻ പറഞ്ഞു വെച്ചു. മുന്നേറ്റത്തില് പങ്ക് കണ്ണൂരിലെ നേതാക്കന്മാർക്കുമുണ്ട്. ഭൂരിപക്ഷം കുറയുമോ എന്ന് മുഴുവൻ എണ്ണാതെ പറയാനാകില്ലെന്ന് അദ്ദേഹം നേരത്തെ തന്നെ പറഞ്ഞു. പിന്നെ കേരളത്തിലെ സീറ്റ് കുറഞ്ഞു പോയത് എന്തുകൊണ്ടാണെന്നും ഒക്കെ പറഞ്ഞു. ജനങ്ങൾക്ക് മനസ്സിലായി. എല്ലാ കാലവും നമ്മൾ പൊതുവെ ഉള്ളൊരു ചൊല്ലുണ്ടല്ലോ, എല്ലാ കാലവും എല്ലാവരെയും പറ്റിക്കാൻ പറ്റില്ല. കുറച്ചു കാലം കുറച്ചു പേരെ മാത്രമേ പറ്റിക്കാൻ പറ്റുള്ളൂ. ഇത് നമുക്കറിയാം. പ്രതിപക്ഷ നേതാവ് കേരളത്തിൽ ഉണ്ടായിരുന്നു എന്ന് പോലും നമുക്ക് സംശയമായിരുന്നു. കാരണം VD സതീശൻ എന്ന വാപോയ കോടാലി എവിടെ എന്ത് എപ്പോൾ പറയണമെന്നറിയാതെ ചില നേതാക്കന്മാരുടെ വാക്കുകൾ കേട്ട് തുള്ളിച്ചാടുന്ന മാധ്യമങ്ങൾക്ക് അനുകൂലമായി നിന്നത് നമുക്കറിയാം. ഇവർക്കൊക്കെ ഒറ്റ ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ, മോദി വിരുദ്ധത. ഈ മോദി വിരുദ്ധത തലയ്ക്ക് പിടിച്ചപ്പോ ഇവർക്ക് സ്വയബുദ്ധി നഷ്ടപ്പെട്ടു. അങ്ങനെ അവർക്ക് സ്വന്തം അസ്തിത്വം നഷ്ടപ്പെട്ടു, നിലപാടുകൾ ഇല്ലാതെയായി. അവർക്ക് എന്ത് പ്രസ്താവനകൾ എവിടെ ഇറക്കണം എന്നിവർക്ക് അറിയാതെയായി. ഈ നാടിന്റെ പോക്കിനെ സംബന്ധിച്ച് ഇവർക്ക് വിവരമില്ലാതെയായി. ജനങ്ങൾ ഇത് തിരിച്ചറിയുന്നുണ്ട്. ഏതാണ്ട് ഒരു 10-70-80 കൊല്ലങ്ങൾക്ക് മുമ്പുള്ളത് പോലെ അല്ലല്ലോ. ഇതിപ്പോ സോഷ്യൽ മീഡിയയുടെ കാലഘട്ടമാണ്. അതുകൊണ്ട് പബ്ലിക്കിന് പ്രതികരിക്കാനുള്ള സന്ദർഭങ്ങളിൽ അവരുടെ മുമ്പിലുള്ള മാധ്യമങ്ങളിലൂടെ അവര് പ്രതികരിക്കും. അങ്ങനെ ജനങ്ങൾക്ക് വെളിവ് വെക്കും എന്നിവർക്ക് മനസ്സിലായില്ല. നമുക്കറിയാം, ABP ന്യൂസിന് നൽകിയ ഒരു അഭിമുഖത്തില് ഗാന്ധി സിനിമയ്ക്കു മുമ്പ് മഹാത്മാഗാന്ധിയെ ലോകത്തിൽ ആർക്കും അറിയില്ലായിരുന്നു എന്ന് നരേന്ദ്രമോദി പറഞ്ഞു എന്ന് പറഞ്ഞ് ഈ അടുത്തിടെ ഉണ്ടായ വലിയ വിവാദങ്ങള്, വിമർശനങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. ഹിന്ദി അറിയത്തില്ലെങ്കിൽ അറിയത്തില്ല എന്ന് പറയണം. അതല്ലെങ്കിൽ അത് അറിയുന്നവരോട് ചോദിച്ചു മനസ്സിലാക്കണം. അറിയുന്ന ആരുടെങ്കിലും ചോദിച്ചാൽ അവര് പറഞ്ഞു തരുമല്ലോ. ഇപ്പൊ എനിക്ക് ഹിന്ദി അറിയില്ല, എനിക്ക് ഹിന്ദി അറിയാമെന്ന് പറഞ്ഞ ഏതെങ്കിലും ഒരു പ്രസംഗത്തിന്റെ കട്ടിങ് എടുത്ത് വെച്ചിട്ട് എന്റെ ഉദ്ദേശങ്ങള്, എന്റെ ലക്ഷ്യങ്ങള്, എന്റെ നിലപാടുകളായിട്ട് അതിനെ മാറ്റിമറിച്ചാൽ ഇന്ന് ജനങ്ങൾക്ക് വെളിവുണ്ട്. അവര് തീർച്ചയായിട്ടും എന്നെ അവിടെ പിടിച്ചു നിർത്തും. എന്താണ് പറഞ്ഞത് എന്ന് എനിക്ക് പറഞ്ഞു മനസ്സിലായി തരികയും ചെയ്യും. ഉത്തരവാദിത്വമുള്ള നേതാക്കളും മാധ്യമങ്ങളും പ്രവർത്തിക്കേണ്ടുന്ന രൂപത്തിലായിരുന്നില്ല ആ വിഷയത്തിൽ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളും നേതാക്കളും പ്രതികരിച്ചത്. ഇതുപോലെ തന്നെയായിരുന്നു BBC ഇറക്കിയ ഒരു ഡോക്യുമെന്ററിയുടെ വിഷയത്തില്. പിന്നെ ഗുജറാത്ത് കലാപത്തില് നരേന്ദ്രമോദി, സുപ്രീം കോടതി പോലും വെറുതെ വിട്ട കേസില് പരമോന്നത നീതിപീഠത്തെ പോലും വിശ്വസിക്കാത്ത ഒരു വിഭാഗം ജനങ്ങൾ ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ആ ഡോക്യുമെന്ററിയെ നെഞ്ചിലേറ്റിയതും പലയിടത്ത് പ്രദർശിപ്പിച്ചതും ഒക്കെ നമുക്കറിയാം. രാജ്യത്തിന് എന്താണോ താല്പര്യം, ആ രാജ്യത്തിന്റെ പാരമ്പര്യവും മഹത്വവും എപ്പോൾ എവിടെ കളങ്കം വരുത്താൻ നമുക്ക് സാധിക്കുമോ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കലായിരുന്നു ഇവരുടെ ജോലി. ഈ രാജ്യത്തെ നശിപ്പിക്കാൻ വേണ്ടി കുപ്രചരണങ്ങൾ ഉണ്ടാക്കാൻ ഇത്രയും കാലം ഭരണത്തിലിരുന്ന പ്രതിപക്ഷവും ഭരണപക്ഷവും എന്താണ് ചെയ്തത് എന്ന് നമുക്കറിയാം. ഭരണത്തിലിരുന്നെന്ന് പറഞ്ഞത് നമ്മുടെ നാട്ടിലാണ്. അപ്പൊ ഇങ്ങനെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് പ്രധാനമന്ത്രി എന്ത് പറയുന്നു ഈ വിഷയത്തിൽ, അദ്ദേഹത്തിന് നിങ്ങളുടെ ഇത്തരം കുപ്രചരണങ്ങളുടെ ഒന്നും ചെവി കൊടുക്കാൻ നേരമില്ല. അദ്ദേഹത്തിന് ആകെ നമ്മളെ പോലെ 24 മണിക്കൂറേ ഉള്ളെങ്കിൽ പോലും അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ നോക്കാനുണ്ട്. എന്നെ കുറിച്ച് പിണറായി വിജയൻ എന്ത് പറയുന്നു, അതല്ലെങ്കിൽ VD സതീശൻ എന്ത് പറയുന്നു, എന്റെ തന്തയ്ക്ക് വിളിക്കുന്നുണ്ടോ, എന്നെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന പോടാന്ന് പറയും. കാരണം ഒട്ടക സംഘം മുന്നോട്ട് പട്ടികൾ കിടന്ന് കുരച്ചുകൊണ്ടിരിക്കും. ആ ഒരു സമീപനമാണ് വിമർശനങ്ങളോട് എന്നും നരേന്ദ്രമോദി സ്വീകരിച്ചിട്ടുള്ളത്. അത് തന്നെയാണ് ഇവിടെ ഇപ്പോൾ സുരേഷ് ഗോപിയിൽ പ്രതിഫലിച്ചത്. ഇപ്പോ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ പിന്നാലെ പോയ പഴയ ഭരണകക്ഷി അവരെന്തായിരുന്നു ചെയ്തത്? വിഭജന രാഷ്ട്രീയം, കുടുംബ രാഷ്ട്രീയം, പിന്നെ അതിനകത്തൊരു ലവലേശം ജാതി പിടിച്ചിട്ടു. പിന്നെ മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കുക എന്നുള്ളത് നമ്മളുടെ ഒരു ലക്ഷ്യമാണല്ലോ. ഇത്തരം
സങ്കുചിതമായ രാഷ്ട്രീയ നിലപാടുകൾ, ഇത്തരം രാഷ്ട്രീയമായ ചിന്താഗതി ഈ രാജ്യത്ത് നടപ്പാക്കി. എന്നിട്ട് നമുക്കറിയാം, ജനങ്ങൾക്ക് വെളിവ് വെച്ചപ്പോൾ അവർ ഈ കാലഹരണപ്പെട്ട നിയമങ്ങളെ എന്തുകൊണ്ടാണ് റദ്ദാക്കാത്തത് എന്ന് അവര് തന്നെ മുന്നോട്ട് വന്നു. ആ സമയത്താണ് നരേന്ദ്രമോദി ഗാന്ധിജിയുടെ കാര്യം ഉദാഹരണമായിട്ട് അവിടെ പറയുന്നത്. ലോകത്തിലെ ഏത് നേതാവിനേക്കാളും തലപ്പൊക്കമുള്ള ഗാന്ധിജിയെ ലോകത്തിനു മുന്നിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞ 75 വർഷം എന്ത് ചെയ്തു എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ചോദ്യം. വിദേശികൾ നിർമ്മിച്ച ഗാന്ധി എന്ന ചലച്ചിത്രത്തിന് ശേഷമാണ് ലോകത്ത് ഗാന്ധിജിയോടുള്ള താല്പര്യം കൂടിയത്. അതായത് അദ്ദേഹം ഉപയോഗിച്ചത്, എനിക്ക് തോന്നുന്നത്, ക്യൂരിയോസിറ്റി എന്ന വാക്ക്, അതായത് ആകാംക്ഷ. നമുക്ക് ഏതൊരു വിഷയത്തോടും ഉണ്ടല്ലോ, അതോ എന്തായിരിക്കും എന്നൊരു ക്യൂരിയോസിറ്റി, ആ പദമാണ് അദ്ദേഹം അവിടെ ഉപയോഗിച്ചത്. നമ്മൾ ഒന്നും ചെയ്തില്ല, ലോകം മുഴുവനും യാത്ര ചെയ്തതിന്റെ അനുഭവം കൊണ്ട് പറയുകയാണ്, നാം ഗാന്ധിജിയെ അംഗീകരിച്ചിരുന്നു എങ്കിൽ ഭാരതത്തിന് ലോക ശ്രദ്ധ കിട്ടുമായിരുന്നു. ലോകത്തിൽ ഇന്നുള്ള പല പ്രശ്നങ്ങൾക്കും പരിഹാരം ഗാന്ധിജിയാണ്. ഇതാണ് അഭിമുഖത്തിൽ ഗാന്ധിജിയെ പറ്റി അദ്ദേഹം പറഞ്ഞത്. പക്ഷേ നമ്മുടെ നാട്ടിൽ എന്താണ് പ്രചരിച്ചത്? ഗാന്ധിജിയെ കുറിച്ച് മോദിക്ക് ഒരു ചുക്കും അറിയില്ല എന്നും, ഈ രാജ്യത്തെ കുറിച്ച് എന്തറിയാമെന്നും, രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പടപൊരുതിയ സമയത്ത് നരേന്ദ്രമോദി ജനിച്ചിട്ടില്ല എന്ന രൂപത്തിൽ വരെയുള്ള പോസ്റ്റുകൾ നമ്മൾ കണ്ടു സോഷ്യൽ മീഡിയയിൽ. ഇതില് എവിടെയാണ് സിനിമ പുറത്തിറങ്ങുന്നതിന് മുമ്പ് ഗാന്ധിജി ആർക്കും അറിയില്ലായിരുന്നു എന്ന് പ്രധാനമന്ത്രി പറഞ്ഞത്? അങ്ങനെ ഒരു വാക്കേ അതിലില്ല, അങ്ങനെ ഒരു പരാമർശമില്ല. അത്തരം ആശയം വരുന്നതൊന്നും നരേന്ദ്രമോദി പറഞ്ഞിട്ടുമില്ല. 15 ലക്ഷം കിട്ടാൻ വേണ്ടി നോക്കിയിരുന്ന് കണ്ണു കഴിച്ചപ്പോഴ് അടുത്ത നമ്പറുമായിട്ട് അവരിറങ്ങി. അതിനിടയില് മോദി ദൈവത്തിന്റെ അവതാരമാണെന്ന് പറഞ്ഞൊന്ന് തള്ളി നോക്കി, അതും റെഡി ആയില്ല, അതും പോയി. അങ്ങനെ പുതിയ പുതിയ നമ്പറുകൾ ഇറക്കി ഓരോ നമ്പരും ചീറ്റി പോയപ്പോൾ ഇവര് പുതിയ പുതിയ അടവുകൾ തേടി, പുതിയ പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടുന്നത് പോലെ. പക്ഷെ എന്ത് ചെയ്യാൻ, ജനങ്ങൾ ഇന്ന് ചിന്തിച്ചു തുടങ്ങി, അവരെ പ്രതികരിച്ചു തുടങ്ങി, കാര്യങ്ങളുടെ യഥാർത്ഥം എന്താണ് എന്ന് അവർ അന്വേഷിച്ചു തുടങ്ങി. ആ അന്വേഷിച്ച് കണ്ടെത്തുകയും അത് ജനങ്ങളോട് തുറന്നു പറയാനും അവർ സന്നദ്ധരായി. ഇപ്പോ നമുക്കറിയാം, കേരളത്തിന്റെ രാഷ്ട്രീയത്തെ അടിമുടി മാറ്റിമറിക്കുന്ന വിജയമാണ് ഇപ്പോൾ സുരേഷ് ഗോപിക്കുണ്ടായത്. തൃശ്ശൂരിലെ നല്ലവരായ വോട്ടർമാർക്ക് നന്ദിയാണ് അദ്ദേഹം പറഞ്ഞത്. എന്നിട്ട് അദ്ദേഹത്തിന്റെ പ്രസ് മീറ്റ് ഇങ്ങനെയായിരുന്നു, കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞു, ഒരു രാഷ്ട്രീയത്തിന്റെയും ഭാഗമാകാതെ, അത് തന്നെ അദ്ദേഹം പറഞ്ഞത്, ഒരു രാഷ്ട്രീയത്തിന്റെയും ഭാഗമാകാതെ മണ്ണിനോടിണങ്ങിച്ചേർന്ന് ജനങ്ങൾക്ക് ജാതി മത രാഷ്ട്രീയത്തിനപ്പുറം എന്തെങ്കിലും സേവനം ചെയ്യാൻ തനിക്കാകണം. അതിന് എന്റെ എല്ലാ മാധ്യമ സുഹൃത്തുക്കളും എന്നോടൊപ്പം നിൽക്കണം. ഏത് വ്യക്തിയാണ്, ഏത് രാഷ്ട്രീയ പ്രവർത്തകനാണ് ജയിച്ചാൽ ഉടനെ തന്നെ ഒരു രാഷ്ട്രീയത്തിന്റെയും ഭാഗമായിട്ട് എന്നെ കാണരുത് എന്ന് പറയുന്നത്? അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഒരു രാഷ്ട്രീയത്തിന്റെയും ഭാഗമായി നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല, രാഷ്ട്രത്തിന്റെ ഭാഗമായി നിൽക്കാൻ ആഗ്രഹിക്കുന്നു. എത്ര പേർക്ക് പറ്റും ഇങ്ങനെ പറയാൻ? നരേന്ദ്രമോദിയെ കുറിച്ച് വിമർശിക്കുന്ന ആളുകളൊന്ന് പറയണം, നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം എത്ര വർഗീയതകളാണ് പറഞ്ഞിട്ടുള്ളത്? ഏത് മതവിഭാഗത്തെയാണ് ചൊടിപ്പിച്ചിട്ടുള്ളത്? ഏത് മതവിഭാഗത്തിനെതിരെയാണ് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുള്ളത്? മുസ്ലിങ്ങൾക്ക് മാത്രമായി എന്തെങ്കിലും ഒരു നിയമം, ഹിന്ദുക്കൾക്ക് മാത്രമായി എന്തെങ്കിലും ഒരു ആനുകൂല്യം, അദ്ദേഹം അങ്ങനെ എന്തെങ്കിലും ചെയ്തു? അപ്പോ ഇഷ്ടമില്ലാത്ത അച്ചിക്ക് തൊട്ടതെല്ലാം കുറ്റമെന്ന് പറയുന്നത് പോലെ മോൻ ചത്താലും സാരമില്ല, മരുമോള് വെള്ളസാരി ഉടുക്കണം. ഈ രാജ്യം എത്ര കെടുതിയിലേക്ക് പോയാലും ശരി, നമുക്ക് കുഴപ്പമില്ല, രാജ്യം നരേന്ദ്രമോദി ഭരിച്ച് വിജയിപ്പിക്കരുത്. ഇതിന് ഈ രാജ്യത്തിനു വേണ്ടി, ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി നമ്മള് ബ്രിട്ടീഷുകാരോട് പടപൊരുതി നേടിയ ഈ രാജ്യത്തിൽ ബഹുസ്വരത നിലനിൽക്കുന്നതിനു വേണ്ടി ജീവരക്തം ചൊരിഞ്ഞ 100 കണക്കിന് പ്രവർത്തകരുടെ നാടുകൂടിയാണ് ഈ നാട്. ജീവിതം നൽകിയ 10,000-കണക്കിന് സഹപ്രവർത്തകർ, ലക്ഷക്കണക്കിന് പ്രവർത്തകർ ഇന്നും ഒരുപാട് അവഹേളനം നേരിടുന്നുണ്ട്. എന്തിന്റെ പേരിൽ? അവർ ഈ രാജ്യത്തെ സേവിക്കുന്നു. ചാണകം ചവിട്ടില്ല എന്ന് അപഹസിച്ച എതിരാളികൾ, എല്ലാത്തിനുമുള്ള മറുപടിയല്ലേ സുരേഷ് ഗോപിയുടെ വിജയം? ഈ ചാണകത്തിൽ ചവിട്ടി നിൽക്കുന്ന അനേകായിരങ്ങളുടെ കൂടെ നാടാണിത്. ഇപ്പോ നമ്മുടെ രാജ്യത്തെ സേവിക്കുന്നവർ എന്താ ചാണകം ചവിട്ടിയവരാരും ഇല്ലേ?
ഈ രാജ്യത്തിന്റെ അതിർത്തി കാക്കുന്ന പട്ടാളക്കാരിൽ ചാണകം ചവിട്ടിയവരാരുമില്ലേ? അപ്പോൾ അധിക്ഷേപം അതിര് കടക്കരുത്. ഇപ്പോ സുരേഷ് ഗോപി പള്ളിയിൽ പോയി, അതല്ലെങ്കിൽ അവരുടെ ഒരു നോമ്പുതുറയിൽ പങ്കെടുത്താൽ സുരേഷ് ഗോപി സുഡാപ്പിയാണ്. അല്ല, അപ്പോഴും സുരേഷ് ഗോപി നിങ്ങൾക്ക് ചാണകം തന്നെയാണ്. പക്ഷേ ഒരു പള്ളിയിൽ നിന്ന് ഇറങ്ങി വരുന്ന മമ്മൂട്ടിയെ സുഡാപ്പി എന്ന് പറയാൻ നിങ്ങൾക്ക് ധൈര്യമില്ല. ഞാൻ സുഡാപ്പിയാണ് ഇന്ത്യയിൽ നിന്ന് എന്ന് പറഞ്ഞ് ഫോട്ടോ പോസ്റ്റ് ചെയ്ത ഷെയ്മിനോട്, ഷെയ്ം എന്ന് തന്നെ പറയാനാണ് എനിക്ക് ഇഷ്ടം കേട്ടോ, ഈ ഷെയ്മിനോട് നിങ്ങൾക്ക് സുഡാപ്പി എന്ന് വിളിക്കാൻ ധൈര്യമില്ല. എല്ലാ കണ്ണുകളും പലസ്തീനിലേക്കാണ് എന്ന് പറഞ്ഞ് പോസ്റ്റ് ഇട്ട് അങ്ങനെ ജനങ്ങളുടെ വൈകാരികതകൾ, മനുഷ്യന്റെ കണ്ണുനീരിനോടൊപ്പമാണ് ഞങ്ങളെന്ന് പറഞ്ഞ ദുൽഖർ സൽമാനോട് സൗദി അറേബ്യ ലക്ഷക്കണക്കിന് യമനികളെ, കുട്ടികളെ കൊന്നൊടുക്കിയപ്പോൾ എന്തേ നിങ്ങൾക്ക് കണ്ണീരില്ലായിരുന്നോ? ആ സമയത്ത് നിങ്ങൾക്ക് മനുഷ്യത്വം ഇല്ലായിരുന്നോ? അവർക്ക് നിങ്ങളുടെ മനുഷ്യാവകാശം നൽകുന്നില്ലേ? അവരുടെ വേദനയോട് നിങ്ങൾ പങ്കുചേരുന്നില്ലേ എന്ന് ആരും ചോദിക്കുന്നില്ല. ഇവിടെ സുരേഷ് ഗോപിയെ ചാണകം എന്ന് വിളിച്ച് പരിഹസിച്ചു. ഇല്ലാത്ത ഒരുപാട് അപവാദ കഥകൾ ഉണ്ടാക്കി. അതിനെല്ലാം ആ മനുഷ്യനും കുടുംബവും എങ്ങനെയായിരിക്കും അതിജീവിച്ചത് എന്ന് നമ്മൾ ചിന്തിക്കണം. ഈ വിജയത്തിൽ സന്തോഷിക്കുമ്പോഴും മനസ്സിനേറ്റ ആഘാതമുണ്ടല്ലോ, ഒരടി കിട്ടിയാൽ അത് മായും. ചില വാക്കുകൾ, ചില വിമർശനങ്ങൾ മായില്ല. അദ്ദേഹം പറയുന്നു, ഞാൻ ഇനിയും മുരളീധരനെ മുരളിയേട്ടൻ എന്ന് വിളിക്കില്ല. അത്രയേറെ ആ മനുഷ്യനെ ഇല്ലാ കഥകൾ പറഞ്ഞ് പ്രചരിപ്പിച്ച് എന്തിന്? വിജയിക്കാൻ വേണ്ടി മാത്രം. BJP-യിൽ ചേർന്നത് മുതല് ഈ മനുഷ്യൻ അനുഭവിച്ച അപഹാസങ്ങള്, പരിഹാസങ്ങള്, ഇകഴ്ത്തലുകള്, ഇതൊക്കെ സമാനതകളില്ലാത്ത രൂപത്തിലുള്ള വിമർശനങ്ങളായിരുന്നു അദ്ദേഹം നേരിട്ടത്. എല്ലാത്തിനും ചേർത്ത് ക്ഷമയോടെ അദ്ദേഹം മറുപടി നൽകി. തോറ്റിട്ടും ആ മേഖലയിൽ നിന്നും, ആ മണ്ഡലത്തിൽ നിന്നും ആ ജനങ്ങളെ ഒഴിവാക്കി പോകാതെ അവിടെ നിന്ന് തന്നാൽ കഴിഞ്ഞതൊക്കെ ചെയ്തു അദ്ദേഹം. രാപ്പകൽ ഭേദമന്യേ ഫണ്ട് തീർന്നു പോയാൽ സ്വന്തം കീശയിൽ നിന്നും അദ്ദേഹം അധ്വാനിച്ച് അദ്ദേഹത്തിന്റെ കുടുംബത്തിന് അനുഭവിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന പണം കഷ്ടപ്പെടുന്ന തൃശ്ശൂരിലെ പ്രവർത്തകർക്ക് മാത്രമല്ല, നാടൊട്ടുക്കും ഒരാൾക്ക് തന്നില്ലെന്നും പറഞ്ഞിട്ട് ഇതാണ്ട് ഒരാൾ ഇവിടെ കിടന്ന് കുരയ്ക്കുന്നുണ്ട് എത്രയോ നാളുകളായിട്ട്. എല്ലാവർക്കും കൊടുക്കാൻ എന്താ? സുരേഷ് ഗോപിയുടെ അടുത്ത് നമ്മുടെ തന്തമാരെങ്കിലും ഉണ്ടാക്കി കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ടോ? എന്റെ ചെറുകുട്ടികൾ വന്ന് ചോദിച്ചാൽ കൊടുക്കണം, എന്റെ മക്കൾ വന്ന് ചോദിച്ചാൽ കൊടുക്കണമെന്ന്. അദ്ദേഹത്തിന്റെ കയ്യിൽ അത്രയും ഫണ്ടൊന്നുമില്ല. എന്നിരുന്നാലും പോയി ചോദിക്കുന്നവർക്ക് അവരെ അർഹരായവരെന്ന് തോന്നിയാൽ അഭിമാനത്തോടെ, സന്തോഷത്തോടെ, ഹൃദ്യമായി അദ്ദേഹം വാരി നൽകേണ്ടവർക്ക് വാരിയും കോരി നൽകേണ്ടവർക്ക് കോരിയും നൽകി. അങ്ങനെ വോട്ടിന് വേണ്ടിയല്ലാതെ ജനങ്ങളിൽ ഒരാളായി നിൽക്കാൻ, തോറ്റാലും ജയിച്ചാലും ഞാൻ നിങ്ങളോടൊപ്പമുണ്ടെന്ന് പറയാൻ ഒരൊറ്റ നേതാവേ ഈ കേരളക്കരയിൽ ഉണ്ടായിരുന്നുള്ളൂ. മറ്റെല്ലാവരും തോൽക്കട്ടെ, ഇവിടെ വിഷയമല്ല. ആ സുരേഷ് ഗോപിയുടെ വിജയമുണ്ടല്ലോ, അത് വലിയ ഒരു വിജയമാണ്, വലിയ വിജയം. കാരണം കേന്ദ്രത്തില് സുരേഷ് ഗോപി എത്തും, ശരി, എന്നാലും കേന്ദ്രം കിട്ടിയ പ്രതീതിയാണ് ഇന്ന് സുരേഷ് ഗോപിയും അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിച്ച ആളുകളും അനുഭവിക്കുന്നത്. ഒരു പ്രധാനമന്ത്രിയോളം സുരേഷ് ഗോപി പൊങ്ങി. കാരണം എന്താ പറയുമ്പോൾ അദ്ദേഹത്തിന്റെ വിനയം കൊണ്ട് തന്നെയാണ്. അദ്ദേഹത്തിന്റെ പ്രസ് മീറ്റിൽ രാജീവ് ചന്ദ്രശേഖർ ഇരിപ്പുണ്ട്, പിന്നെ PK കൃഷ്ണദാസ് സാർ ഇരിപ്പുണ്ട്. അദ്ദേഹം പറയുന്നു, ഞാൻ എപ്പോഴും എന്റെ ധാർഷ്ട്യത്തോടെ, ധിക്കാരത്തോടെ, എന്റെ തന്നിഷ്ടപ്രകാരം പ്രവർത്തിക്കുന്ന ഒരാളായി മാറാൻ ആഗ്രഹിക്കുന്നില്ല. നേതൃത്വത്തോട്, നേതാക്കന്മാരോട് നല്ല രൂപത്തിൽ പ്രവർത്തിക്കുന്ന, അവരോട് നല്ല വിനയാന്വിതനായി നിൽക്കുന്ന, രാജ്യത്തോട് സേവനം ആയിട്ട് നിൽക്കുന്ന, രാജ്യത്തെ സേവിക്കാൻ ആഗ്രഹിക്കുന്ന, ജനങ്ങളുടെ പൾസറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരാളായി മാറാൻ നിങ്ങൾ എന്നെ സഹായിക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്ത് കൃത്യമായ വാക്കുകൾ, വളരെ ചുരുക്കി അദ്ദേഹം പറഞ്ഞതായിട്ട്. കുമ്മനം രാജശേഖരൻജി പ്രസ് മീറ്റിൽ പറഞ്ഞ ആ വാക്കുകൂടെ കടമെടുത്ത് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഇവിടെ ഇടതുപക്ഷം, ഭരിക്കുന്ന ഇടതുപക്ഷമാണെങ്കിലും പ്രതിപക്ഷം എന്ന് നാമമാത്രമായിട്ടുള്ള പ്രതിപക്ഷത്തിന്റെ ഒരു കർത്തവ്യവും ചെയ്യാത്ത VD സതീശനായാലും ഈ കോൺഗ്രസ് പാർട്ടി ആയാലും ഇവരെപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ഇത് കേരളമാണ്, ഇത് കേരളമാണ്. ഇവിടെ കേരളം ചാണകം ചവിട്ടില്ല എന്ന് വലിയ നാഴികയ്ക്ക് 40 വട്ടം വാതപോരാതെ പറയുന്ന ആളുകളോട് ഇന്ന് കൃത്യമായിട്ട് കുമ്മനം രാജശേഖരൻജി സുരേഷ് ഗോപി സാറിന്റെ ആ ഒരു പ്രസ് മീറ്റിൽ പറഞ്ഞു, യെസ്,
ഞങ്ങൾ തിരിച്ചു പറയുന്നു, ഇത് കേരളമാണ്. കേരളീയർക്കും മടുത്തു, കേരളീയർക്കും ബുദ്ധി വെച്ചു, കേരളീയർക്കും യഥാർത്ഥ പ്രബുദ്ധത വെച്ചു എന്നുള്ളതിന്റെ യാഥാർത്ഥ്യം സാക്ഷ്യപ്പെടുത്തൽ തന്നെയാണ് കൃത്യമായിട്ട് സുരേഷ് ഗോപി സാറിന്റെ ആ വിജയം. മാത്രമല്ല BJP-യുടെ എല്ലാ സ്ഥാനാർത്ഥികളും അവർ കഴിഞ്ഞ തവണ നേടിയതിനേക്കാൾ എത്രയോ വോട്ടുകൾ അത്ര കണ്ട് ഭൂരിപക്ഷത്തെ അത്ര കണ്ട് ശതമാനത്തോടുകൂടി വർധനയോടുകൂടി നേടി എന്നുള്ളത് വലിയൊരു അഭിമാനം തന്നെയാണ്. കാരണം 15-ന് താഴെയുള്ള ശതമാനക്കണക്ക് 20-ന് മുകളിലേക്ക് കുതിച്ചു എന്ന് പറയുമ്പോൾ അത് ചില്ലറ നേട്ടമൊന്നുമല്ല. മാത്രമല്ല ഇപ്പൊ സുരേഷ് ഗോപി സാർ നേടിയിട്ടുള്ള തൃശ്ശൂർ എന്ന് പറയുന്ന ആ ഒരു ലോക്സഭാ മണ്ഡലം, ആ ലോക്സഭാ മണ്ഡലം നേടിയത് കൃത്യമായിട്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും കോൺഗ്രസ് പാർട്ടിയുടെയും വോട്ടുകൾ പിടിച്ചെടുത്തുകൊണ്ടാണ്. അല്ലാതെ കോൺഗ്രസ് ദ്രവിച്ചാണ് BJP വളരുന്നത് എന്നൊരു പേരുദോഷം നമ്മുടെ നാട്ടിലെല്ലാം ഉള്ളതാണ്. പക്ഷെ അതല്ല യാഥാർത്ഥ്യം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആ കോട്ടക്കൊത്തളങ്ങളിൽ കൃത്യമായിട്ട് സുരേഷ് ഗോപി സാറിന്റെ ആ വോട്ടിംഗ് നില അവിടെ പരിശോധിച്ചാൽ മനസ്സിലാക്കണം. മാത്രമല്ല ഏകദേശം 5ഓളം നിയോജക മണ്ഡലങ്ങളിലാണ് ഇത്ര കണ്ട് ഭൂരിപക്ഷത്തോടുകൂടി ഈ പറയുന്ന സുരേഷ് ഗോപി സാർ ജയിച്ചിരിക്കുന്നത്. മാത്രമല്ല ഇനിയിപ്പം വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഈ 5ഓളം മണ്ഡലങ്ങൾ ഉൾപ്പെടുന്ന ഈ തൃശ്ശൂർ എന്ന് പറയുന്ന സുരേഷ് ഗോപി സാർ ജയിച്ചിട്ടുള്ള ഈ ലോക്സഭാ മണ്ഡലം, ആ മണ്ഡലം കൃത്യമായിട്ടും ഇവിടെ എത്രത്തോളമായിരിക്കും നിയമസഭയിലേക്ക് ഇനി BJP-യുടെ താമര വിരിഞ്ഞിട്ടുള്ള ആ ഒരു അവരെ കയറ്റി എത്തിക്കുക എന്നുള്ളത് കൂടി ഓർക്കേണ്ടതുണ്ട്. ഇനി മറ്റൊന്ന് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, നമ്മൾക്കറിയാം കഴിഞ്ഞ മണിക്കൂർ വരെ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം വരെ നമ്മളെല്ലാവരും അതുപോലെ മോദിജിയും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് 400+ സീറ്റുകൾ BJP അതല്ലെങ്കിൽ NDA നേടും എന്നുള്ളത്. അതിൽ ഒരുപാട് ആളുകൾ അത് നേടാത്തതിൽ അതിനെതിരെ ട്രോളുകളുമായി രംഗത്ത് വന്നിട്ടുണ്ട്. മോദിജി മൂഞ്ചി എന്നുള്ള രീതിയിലൊക്കെ ഇസ്ലാമിക നാമധാരികളായുള്ള ജിഹാദി പിക്സ് ഒക്കെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അവരോട് കൂടിയുള്ള ഒരു ഉത്തരമാണ് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. മോദിജി എന്ന് പറയുന്ന ആ ഒരു ബിംബത്തെ എത്രമാത്രമാണ് നിങ്ങൾ ഭയക്കുന്നത് എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ BJP എന്ന് പറയുന്ന അതല്ലെങ്കിൽ RSS എന്ന് പറയുന്ന പ്രസ്ഥാനങ്ങളെ നിങ്ങൾ എത്രത്തോളമാണ് ഭയക്കുന്നത് എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടും ലോകത്താകമാനമുള്ള ദ്രോഹികൾ ഒന്നടങ്കം പിന്തുണച്ചുകൊണ്ട് 290+ അതല്ലെങ്കിൽ 235 ദ്രോഹികൾ, ഭാരതീയർ ഇന്ത്യ രാജ്യദ്രോഹികൾ തമ്മിലുള്ള യുദ്ധമായിരുന്നു, മഹാഭാരത യുദ്ധമായിരുന്നു. അതിന്റെ ഫലമാണ് പുറത്തു വന്നതെന്ന് പറയേണ്ടതുണ്ട്. നമ്മൾക്കറിയാം ഏകദേശം വെറും 2 സീറ്റിൽ നിന്നും മൃഗീയ ഭൂരിപക്ഷത്തിലേക്ക് 2 പതിറ്റാണ്ടിന് ശേഷമാണ് BJP ഭരണത്തിലേക്ക് എത്തിയതും. അതും 6.5 പതിറ്റാണ്ട് ഏകദേശം 67 വർഷം രാജ്യത്തെ അടക്കി ഭരിച്ച് എല്ലാ സിസ്റ്റവും ഉപയോഗിച്ച് അത്ര കണ്ട് BJP എന്ന് പറയുന്ന ആ സംഘടനയെ ചവിട്ടി അരയ്ക്കാനുള്ള കഴിവുണ്ടായിട്ടും കോൺഗ്രസിന്റെ ആ കൈപ്പിടിയിൽ നിന്ന്, നീരാളികളുടെ ആ കൈപ്പിടിയിൽ നിന്ന്, വിഷജന്തുക്കളുടെ ആ കൈപ്പിടിയിൽ നിന്ന് രാജ്യത്തെ രക്ഷിച്ച് 2014 നരേന്ദ്രമോദിജി വ്യക്തമായ ഭൂരിപക്ഷത്തോടുകൂടി വന്നു. അതിനുശേഷം 2010 മൃഗീയ ഭൂരിപക്ഷത്തോടെ തനിയെ ഭരിക്കാനുള്ള ഭൂരിപക്ഷത്തോടുകൂടി ഇന്ന് BJP വന്നു. ഇന്നിപ്പോൾ 290, 235, 18 എന്നുള്ള അന്തിമ ഫലത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുമ്പോഴും BJP വ്യക്തമായിട്ടും 240ഓളം സീറ്റുകൾ വ്യക്തമായിട്ട് ഒറ്റക്കക്ഷിയായി നേടിയിട്ടുണ്ട്. ബാക്കി വരുന്ന 32 ഭരിക്കാനുള്ള സീറ്റുകൾ മാത്രമാണ് ഘടകകക്ഷികളിൽ നിന്നും അവരുടെ ഓഹരിയായിട്ട് എടുത്തിട്ടുള്ളത്. എങ്ങനെ നോക്കിയാലും ഈ ഇന്ത്യ മുന്നണി ഒരിക്കലും ഭരിക്കാനാവില്ല ഇന്ന് ഈ നിലയിലാണെങ്കിൽ ഈ നമ്മുടെ ഭാരതം എന്നുള്ളതാണ്. എന്നിട്ടും ഞങ്ങൾ ചർച്ച തുടങ്ങി, മന്ത്രിസഭ രൂപീകരിക്കാനുള്ള ചർച്ച തുടങ്ങി എന്ന് പറഞ്ഞുകൊണ്ട് ഇതുവരെ കാണിച്ച അഹങ്കാരത്തിന് ഒട്ടും കുറവില്ലാതെ സകല രാജ്യദ്രോഹികളും കൂട്ടുപിടിച്ചുകൊണ്ട് അതിന് INDIA ഇന്ത്യ എന്ന് പറയുന്ന പാർട്ടിക്ക് ആ പേരുമിട്ടുകൊണ്ട് നമ്മുടെ രാജ്യത്തിന് തന്നെ അപമാനമായിക്കൊണ്ട് നമ്മുടെ രാജ്യം എത്രത്തോളം പുരോഗതിയിലേക്കാണ് കുതിക്കുന്നത് എന്നതിനെ മറച്ചു വെക്കാൻ വേണ്ടി നമ്മുടെ രാജ്യം മറ്റു ശത്രു രാജ്യങ്ങളായിക്കോട്ടെ, മറ്റു മിത്ര രാജ്യങ്ങളായിക്കോട്ടെ, അവരെയൊക്കെ കവച്ചു വെച്ചുകൊണ്ട് 1ാം സ്ഥാനത്തേക്ക് കുതിക്കുന്നത് തടയാൻ വേണ്ടി നിങ്ങൾക്ക് ഒപ്പുകൂട്ടിയ ആ രാജ്യദ്രോഹി സഖ്യമുണ്ടല്ലോ, അത് ഇൻഡു ഈ പറയുന്ന ദേശസ്നേഹി സഖ്യം, അതിന് 295 അതല്ലെങ്കിൽ 290 തന്നെ 400-നേക്കാൾ മൂല്യമുള്ള 400-ന്റെ അതിനെത്രയോ 543-ന്റെ ആ ബലമുള്ള അത് തന്നെയാണെന്ന് പറയാം. ഇനി മറ്റൊന്ന് ഇവരുടെ അഹങ്കാരത്തെ കുറിച്ച് പറയുമ്പോൾ ഇന്ന് രാവിലെ പോലും ഈ പറയുന്ന K മുരളീധരൻ എന്ന് പറയുന്ന വ്യക്തി അതല്ലെങ്കിൽ കഴിഞ്ഞ രാത്രി പോലും സുരേഷ് ഗോപി എന്ന് പറയുന്ന ആ മനുഷ്യനെ അപഹസിക്കാൻ വേണ്ടി പറഞ്ഞത് തൃശ്ശൂരിൽ സുരേഷ് ഗോപി അക്കൗണ്ട് തുടങ്ങും, ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മനുഷ്യനോട് അയാളുടെ പ്രായം പക്വത എത്രയോ തവണ നിയമസഭയിലേക്കായാലും രാജ്യസഭയിലേക്കായാലും ഇനി വേണ്ട ലോക്സഭയിലേക്കായാലും ജയിച്ചു കയറിയിട്ടുള്ള കരുണാകരൻ എന്ന് പറയുന്ന കേരളത്തിന്റെ പ്രമുഖനായിട്ടുള്ള അതല്ലെങ്കിൽ കേരളത്തെ ഈ രീതിയിൽ വാർത്തെടുത്തിട്ടുള്ള ഒരു സാംസ്കാരിക മുഖ്യമന്ത്രി എന്ന് തന്നെ പറയാവുന്ന ആ വ്യക്തിയുടെ മകനാണ് താൻ എന്ന് പറയുന്ന അതുപോലും മറന്നുകൊണ്ട് വെറും ഒരു തെരുവിലെ ചില്ല പട്ടിയെ ആ സംസ്കാരം പോലും കാണിക്കാത്ത വൃത്തികെട്ട രീതിയിൽ സംസാരിച്ച അയാൾ പറഞ്ഞത് ഇത് തന്നെയായിരുന്നു. ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങേണ്ടി വരും, താമര 3ാം സ്ഥാനത്തേക്ക് വാടിപ്പോവും, താമര 8 മണി വരെ മാത്രമേ ഉയർന്നു നിൽക്കുകയുള്ളൂ, പിന്നെ വാടി വീഴും എന്നുള്ളത്. ഇയാൾക്ക് ചിലതൊക്കെ ഉണ്ട് നമ്മളെ ഇപ്പൊ ഈ ശനി ബാധിക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ചിലതൊക്കെ ബൂമറാങ്ങായി നമ്മിലേക്ക് തന്നെ തിരിച്ചു വരുമെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. അത്തരത്തിൽ ആ ബൂമറാങ്ങായി തന്നെ മുരളീധരന് തിരിച്ചടി കിട്ടി എന്നുള്ളതാണ്
മൂന്നാം സ്ഥാനത്തേക്ക് പോയി 75,000-ലധികം വോട്ടുകൾ നേടിക്കൊണ്ട് ഒന്നാം സ്ഥാനത്തേക്ക് ഞാൻ ബാങ്കിലല്ല അക്കൗണ്ട് തുടങ്ങുന്നത്, തൃശ്ശൂരിൽ തന്നെയാണെന്ന് പറഞ്ഞുകൊണ്ട് തൃശ്ശൂർ ഞാൻ ഇങ്ങ് എടുക്കുക എന്ന് പറഞ്ഞ സുരേഷ് ഗോപി സാറിന് തൃശ്ശൂർ ഒന്നിച്ചങ്ങോട്ട് നൽകിയത് തൃശ്ശൂർ ജനതയ്ക്ക് വലിയ അഭിമാനം തന്നെയാണ്. ഈ BJP-യോ അതല്ലെങ്കിൽ BJP-യുടെ ഘടകകക്ഷികളെ NDA ഘടകകക്ഷികളുടെ ഏതെങ്കിലും പാർട്ടി ജയിച്ചു കഴിഞ്ഞാൽ അതിനെ ചാണകത്തിൽ ചവിട്ടിയെന്നും ചാണകത്തിൽ മുങ്ങിയെന്നും പറയുന്ന ഇസ്ലാമിക നാമധാരികളായാലും അതല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് നരഭോജി കൂട്ടങ്ങളായാലും 6.5 പതിറ്റാണ്ട് ഭാരതത്തെ കട്ടുമുടിച്ച അടിമ ഗണ്ടികളായാലും നിങ്ങൾ ഒന്നറിയുക, നീയൊക്കെ നിന്റെ കുട്ടിക്കാലത്ത് നീയൊക്കെ ചവിട്ടി നടന്ന നിലം എന്തായിരുന്നു? നിന്റെയൊക്കെ വീടിനുള്ളിൽ തളിച്ചിരുന്ന, വീടിനുള്ളിൽ വൃത്തിയാകാൻ വേണ്ടി അതല്ലെങ്കിൽ അണുനാശിനിയായി ഉപയോഗിച്ചിരുന്ന എന്തായിരുന്നു? അത് ചാണകമായിരുന്നോ? അതോ നീയൊക്കെ ഇന്ന് ക്ലോസറ്റിൽ വിട്ട് കളയുന്ന അമേധ്യമായിരുന്നു എന്ന് നീ ചിന്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ചാണകം എന്നും ഒരു ഔഷധ ഗുണം തന്നെയാണ്. എന്തുകൊണ്ടാണ് ചാണകം ഇന്നും ആയുർവേദ മരുന്നുകളിൽ പോലും അതല്ലെങ്കിൽ ഗോമൂത്രം എന്തുകൊണ്ടാണ് ഉപയോഗിക്കുന്നത് എന്ന് ചിന്തിക്കാൻ ബോധമുള്ള നിനക്ക് മനസ്സിലാക്കാനാവും. നീ തിന്നുന്ന അമേധ്യമാണ് നിന്നെ കൊണ്ട് ഇതെല്ലാം പറയിപ്പിക്കുന്നതെന്ന്. അത്തരത്തിൽ ഈ പറയുന്ന മുരളീധരൻ കൃത്യമായിട്ടും അയാൾക്ക് കിട്ടേണ്ടത് ഇരന്നു വാങ്ങുക തന്നെയായിരുന്നു. ഇനി കേരള രാഷ്ട്രീയത്തിലെ വേണ്ട കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ ഇയാളുടെ സ്ഥാനം എന്താണ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. കാരണം വടകര വിട്ടുകൊണ്ട് സുരേഷ് ഗോപി ഇവിടെ മത്സരിക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ അനിയത്തിയുള്ള പത്മചേച്ചി അവർ കൃത്യമായിട്ട് സുരേഷ് ഗോപിക്ക് വേണ്ടി പ്രവർത്തനത്തിന് ഇറങ്ങുമെന്നുള്ള ആ ഒരു മുൻകൂട്ടി കണ്ടപ്പോൾ അവിടെ ഈ പറയുന്ന ഈ കിങ്ങിണിക്കുട്ടൻ എന്ന് വിളിപ്പേരുള്ള ഈ മണ്ട ശിരോമണിയെ ഇറക്കിയതോടുകൂടി പത്മചേച്ചിക്ക് അവിടെ സുരേഷ് ഗോപിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് രംഗത്തിറങ്ങാൻ പറ്റിയില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ മനസ്സുകൊണ്ടും അവിടുത്തെ നാട്ടുകാരായിട്ടുള്ള കോൺഗ്രസ്സുകാർ, രാജ്യസ്നേഹികളായിട്ടുള്ള ആളുകൾ പത്മചേച്ചിയുടെ കൂടെ തന്നെ BJP-യിൽ അണിചേർന്ന് നമ്മൾ കണ്ടതാണ്. അത്തരത്തിൽ വടകര വിട്ടുകൊണ്ട് ഇവിടേക്ക് വന്ന ഈ ചങ്ങാതിയുടെ ആ വടകരയിലെ ഇന്നത്തെ അവസ്ഥ എന്തെന്ന് നമ്മൾ അറിയേണ്ടത്. വടകര ശൈലജ ടീച്ചർ എന്നൊക്കെ വിളിക്കാൻ എനിക്ക് താല്പര്യമില്ല, അതുകൊണ്ട് ശൈലജ എന്ന് പറയാം. അവർ നേടിയിട്ടുള്ള ആ തോൽവിയുടെ ആഴം എത്രയാണെന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അവിടെ ഷാഫി പറമ്പിൽ നേടിയിട്ടുള്ള വലിയ വിജയം നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ഇവിടെ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ചിലതൊക്കെ നമ്മൾ പറയേണ്ടതുണ്ട്. കാരണം ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി അതൊരു പോരാളി തന്നെയാണെന്ന് പറഞ്ഞാൽ ഒരിക്കലും കുറ്റപ്പെടുത്താനാവില്ല. കാരണം പോരാട്ട വീര്യം ഈ ശൈലജ എന്ന് പറയുന്ന ഒരു അധികായയോടായിരുന്നു അവിടെ മത്സരിച്ചത്. മാത്രമല്ല വടകരയുടെ ആ ഒരു മഹാത്മ്യം അറിയുന്ന, സംസ്കാരം അറിയുന്ന, അവിടുത്തെ രാഷ്ട്രീയ ചിത്രം അറിയുന്ന ആളുകൾക്കൊക്കെ അറിയാൻ പറ്റും ഷാഫി പറമ്പിൽ നേടിയ ആ വലിയൊരു വിജയം എത്രത്തോളം വലുതാണ് എന്നുള്ളത്. അവിടെ നിന്ന് കിങ്ങിണിക്കുട്ടൻ ഇവിടേക്ക് വന്നത് നന്നായി എന്ന് കൂടി മറ്റൊന്ന് പറയേണ്ടതും. കാരണം ഒരു പക്ഷേ കിങ്ങിണിക്കുട്ടൻ തന്നെ ആയിരുന്നു അവിടെയെങ്കിൽ അവിടെ ജയിക്കുക ഒരു പക്ഷേ ശൈലജയായിരുന്നിരിക്കാം എന്നും നമുക്ക് ഊഹിക്കാൻ പറ്റും. എന്തായാലും ഇവന് കിട്ടിയ കൃത്യമായിട്ടുള്ള മർമ്മത്തുള്ള അടി തന്നെയാണ് സുരേഷ് ഗോപി സാറിന്റെ ആ വിജയം എന്ന് പറയേണ്ടതുണ്ട്. ഇനി സുരേഷ് ഗോപി സാറിന്റെ പത്ര സമ്മേളനം ഇപ്പൊ ലാസ്റ്റ് നിമിഷത്തിൽ കണ്ട എല്ലാവർക്കും പറയാൻ പറ്റും അദ്ദേഹം എത്രത്തോളം എളിമയോട് കൂടിയിട്ടാണ് ഞാനും എന്റെ കുടുംബവും എല്ലാവരോടും കടപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്ന വാക്കിൽ തന്നെയുണ്ട് അദ്ദേഹത്തിന്റെ ആ ഒരു മനുഷ്യ സ്നേഹം തുളുമ്പുന്ന വാക്കുകൾ, അദ്ദേഹത്തിന്റെ ക്യാരക്ടർ, സംസ്കാരം. കാരണം അദ്ദേഹത്തെ വളഞ്ഞിട്ട് ആക്രമിച്ച കമ്മ്യൂണിസ്റ്റും വേട്ടപ്പട്ടികളോടും അതല്ലെങ്കിൽ കോൺഗ്രസ് വേട്ടപ്പട്ടികളോടും അദ്ദേഹം ഒരിക്കലും പ്രതികരിച്ചിട്ടില്ല. മാത്രമല്ല മാധ്യമ പ്രവർത്തകയുടെ അതല്ലെങ്കിൽ സ്ത്രീകളായിട്ടുള്ള ആ വേഷം കെട്ടിക്കൊണ്ട് അദ്ദേഹത്തിന്റെ ഒപ്പം സുരേഷേട്ട എന്ന് പറഞ്ഞ് ഒന്നിച്ച് തോളിൽ കൈയിട്ട് ചായ കുടിച്ച് ഇന്റർവ്യൂ എടുത്തിട്ടുള്ള സ്ത്രീകളെ സ്വന്തം അനിയത്തിയായി കണ്ടിട്ടുള്ള ഒരു സ്ത്രീ പോലും അദ്ദേഹത്തിനെതിരെ വിവാദപരമായ പരാമർശവും അദ്ദേഹം തന്നെ പീഡിപ്പിച്ച വകുപ്പൊക്കെ ചേർത്തുകൊണ്ട് കേസ് കൊടുത്തു നമ്മൾ കണ്ടതാണ്. പക്ഷേ സാക്ഷര കേരളം എന്തെന്നും പ്രബുദ്ധ കേരളം എന്തെന്നും കൃത്യമായിട്ട് മനസ്സിലാക്കാനായത് ഇന്ന് സുരേഷ് ഗോപി സാറിന്റെ ആ വിജയത്തോടെ തന്നെയാണെന്ന് പറയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപി സാറെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരിക്കലും വാക്ക് കിട്ടാതെ വരില്ല. ഒരുപാട് വീണ്ടും പറഞ്ഞുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. എന്തായാലും ഈ 400-ന് മുകളിൽ സീറ്റ് നേടുമെന്ന നരേന്ദ്രമോദിജിയുടെ ആ ഒരു ആഗ്രഹം നിറവേറിയില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കുക 400-നേക്കാൾ വലിയ ആ ഒരു സംഖ്യ തന്നെയാണ് 290. അത് സംഖ്യകളുടെ ബലത്തിലല്ല പറയുന്നത്. ഇവിടെ രാജ്യദ്രോഹികളായിട്ടുള്ള ഇന്ത്യ എന്ന് പറയുന്ന വലിയ സഖ്യത്തിന് കിട്ടിയിട്ടുള്ള പിന്തുണ നമ്മുടെ രാജ്യത്ത് നിന്ന് മാത്രമായിരുന്നില്ല, നമ്മുടെ രാജ്യത്തെ ക്ഷുദ്രശക്തികളിൽ നിന്ന് മാത്രമായിരുന്നില്ല, ലോകത്താകമാനമുള്ള നമ്മുടെ രാജ്യത്തിനെതിരെയുള്ളതും നമ്മുടെ രാജ്യത്തിന്റെ സുഹൃത്ത് രാജ്യങ്ങളിൽ നിന്നുമെല്ലാം കൃത്യമായിട്ടും ഇന്ത്യ എന്ന് പറയുന്ന സഖ്യത്തിന് പിന്തുണ കിട്ടിയിരുന്നു. കാരണം എന്താണ്? നരേന്ദ്രമോദിജി ഇനിയും പ്രധാനമന്ത്രിയായി 3ാം വീണ്ടും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഭാരതം 1ാം സ്ഥാനത്തേക്ക് കുതിക്കുമെന്നുള്ളത് അറിയുന്ന ലോകരാഷ്ട്രങ്ങൾക്ക് അറിയാം. ഇനി നരേന്ദ്രമോദിജിയെ വളരാൻ വിട്ടുകഴിഞ്ഞാൽ ഞങ്ങളുടെയൊക്കെ 1ാം സ്ഥാനവും 2ാം സ്ഥാനവും 3ാം സ്ഥാനവും ഒക്കെ കളഞ്ഞുകൊണ്ട് ഭാരതം 1ാം സ്ഥാനത്തേക്ക് കുതിക്കുമെന്നുള്ളത് അവർക്കറിയാം. അതുകൊണ്ട് തന്നെ രാജ്യത്തിനകത്തുള്ള ക്ഷുദ്രശക്തികൾക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവരിലൂടെ ഈ രാജ്യത്തെ തകർക്കാൻ വേണ്ടി ഇന്ത്യ മുന്നണിയെ വിജയിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ച അവരോടൊക്കെ ഒരു മിഡ് ഫിംഗർ നമസ്കാരം പറയേണ്ടതുണ്ട്. അതിന് കൂട്ടുപിടിച്ചുകൊണ്ട് ഇന്നും ഇന്ത്യ സഖ്യം വിജയിക്കും, ഇന്ത്യ സഖ്യം ആജീവനാന്ത പ്രധാനമന്ത്രി എന്ന സ്ഥാനം പട്ടം നേടിയിട്ടുള്ള ഈ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവുമെന്ന് മോഹിച്ചുകൊണ്ട്
ഇന്നും അയാൾക്ക് വേണ്ടി ശബ്ദിച്ചുകൊണ്ട് കുരച്ചുകൊണ്ടിരിക്കുന്ന ആളുകളോടും പറയാനുള്ളത് ഈ ഒരു നമസ്കാരം തന്നെയാണ്. കാരണം നരേന്ദ്രമോദിജി ഇവിടെ ഭരണത്തിൽ വന്നില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ആർക്കാണ് നഷ്ടം എന്ന് ചിന്തിക്കുന്നിടത്താണ് 2014 ശേഷമുള്ള നമ്മുടെ ഭാരതത്തിന്റെ സ്ഥാനവും 2014 മുൻപുള്ള ഭാരതത്തിന്റെ സ്ഥാനവും കൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. രാഷ്ട്രീയപരമായും മതപരമായും അതല്ലെങ്കിൽ വർഗീയപരമായും നിന്റെയൊക്കെ തലച്ചോറിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള ആ മദ്രസ വിദ്യാഭ്യാസം ഉണ്ടല്ലോ, ആ വിദ്യാഭ്യാസം കൊണ്ടൊന്നും ഈ രാജ്യത്തെ തകർക്കാനാവില്ല. കാരണം 67 വർഷത്തോളം ഭരിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തെ 67 വർഷമല്ല 67 നൂറ്റാണ്ടുകൾക്ക് പിറകിലേക്കാണ് നയിച്ചത് ഇവിടെ ഭരിച്ച അടിമഗണ്ടികൾ. അതിനെ മുന്നോട്ട് കൊണ്ടുവരാൻ തുച്ഛമായ 10 വർഷങ്ങൾ കൊണ്ട് തന്നെ നരേന്ദ്രമോദിജിക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി വരാനിരിക്കുന്ന നാളുകളിൽ കൃത്യമായിട്ടും അദ്ദേഹം ഇനിയും ഭാരതത്തെ എവിടെ എത്തിക്കുമെന്നുള്ളത് നോക്കി കാണേണ്ടത് തന്നെയാണ്. ഇനി മറ്റൊരു രസകരമായ കാര്യം പറയേണ്ടത്, ഇതുവരെ ചാണകത്തിൽ മുങ്ങി യു പി എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരുന്ന ആളുകൾ ഇനി പറയുക തൃശ്ശൂർ ചാണകത്തിൽ മുങ്ങി എന്നുള്ളതും യു പി അമ്മന്റെ യുപിയാ. കാരണം അവിടെ 40-ന് മുകളിലേക്ക് ഇന്ത്യ സഖ്യം വന്നു, 30 സംതിങ്ങിലേക്ക് നമ്മുടെ BJP NDA സഖ്യവും വന്നു. ഇതുവരെ നേരെ തിരിച്ചായിരുന്നെങ്കിൽ ഇന്നിപ്പോൾ UP-യിൽ ഏകദേശം ഭൂരിപക്ഷം ഇവർക്കാണ് കിട്ടിയത്. അതുകൊണ്ട് ഇന്നിപ്പോൾ UP ഇവന്മാർക്കൊക്കെ ഇന്നിപ്പോൾ ഹലാലായിരിക്കാം, ഇവിടെയോ തൃശ്ശൂർ ഹറാമുമായി മാറിയിട്ടുണ്ട്. എന്തായാലും തൃശ്ശൂരിലുള്ള ജനങ്ങൾ അത് ഹിന്ദു എന്നോ ക്രിസ്ത്യാനി എന്നോ മുസ്ലിം എന്നോ വ്യത്യാസം ഇല്ലാതെ തന്നെ സുരേഷ് ഗോപിക്ക് വേണ്ടി വിജയിപ്പിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് വേണ്ടി രംഗത്തിറങ്ങിയിട്ടുള്ള വോട്ട് ചെയ്ത് വിജയിപ്പിച്ച അവരോട് സത്യത്തിൽ കേരളത്തിലെ ജനങ്ങൾ മാത്രമല്ല, ഇന്ന് നമ്മൾക്കറിയാം ഇദ്ദേഹം കൃഷ്ണകുമാർ പറഞ്ഞൊരു ഡയലോഗ് ഇവിടെ കടമെടുക്കേണ്ടതുണ്ട്. കൊല്ലം സ്ഥാനാർത്ഥിയായിട്ടുണ്ടായിരുന്ന കൃഷ്ണകുമാർ സാർ അദ്ദേഹം പറഞ്ഞത് യഥാർത്ഥത്തിലുള്ള ഹീറോ സുരേഷ് ഗോപി സാറാണ്. കാരണം നമ്മുടെ നാട്ടിൽ ഒന്നടങ്കമുള്ള സ്ഥാനാർത്ഥികളെ എടുക്കുകയാണെങ്കിൽ അത് കേരളത്തിൽ തൃശ്ശൂരിൽ ജയിച്ചു കയറിയ സുരേഷ് ഗോപി തന്നെയാണ് ഹീറോ. മറ്റെല്ലാവരേക്കാൾ വലിയ ഹീറോ അദ്ദേഹമാണ്. സിനിമാ ഹീറോ പോലെ തന്നെ അദ്ദേഹം ജീവിതത്തിലും ഈ നാടിന്റെ രക്ഷകനായിട്ടും ഒരു ഹീറോയായി അവതരിച്ചു എന്നുള്ളത് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. തൃശ്ശൂർ എന്ന് പറയുന്ന ആ ഒരു മാതൃക പിന്തുടർന്നുകൊണ്ട് ഇനി വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ ബാക്കി 19 സീറ്റുകൾ ഇവിടെ NDA ജയിക്കേണ്ടത്, BJP ജയിക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നീ മനസ്സിലാക്കുക, കാശ്മീർ പണ്ഡിറ്റുകൾ ഏത് രീതിയിലാണോ അവിടെ നിന്ന് ആട്ടി ഓടിക്കപ്പെട്ടതിന് ശേഷം അവിടേക്ക് അവർക്ക് എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് ചെന്ന് ചേരാൻ ഒത്തതെന്ന് മനസ്സിലാക്കുക. അതേ അവസ്ഥയിലേക്ക് കേരളം പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഭീകരമായിട്ടുള്ള ഈ നാളുകളിൽ സുരേഷ് ഗോപിയെ പോലെ തന്നെ മറ്റ് 19 മണ്ഡലങ്ങളും ജയിച്ചു കയറേണ്ടത് BJP-യുടെ മാത്രം ഉത്തരവാദിത്തമല്ല, ഇവിടെയുള്ള ഓരോ മലയാളിയുടെയും ഉത്തരവാദിത്തം തന്നെയാണ്. കാരണം ഇന്ന് കേരളം ഭീകരവാദികളുടെ ഇസ്ലാമിക ജിഹാദികളുടെ ആ ഒരു കളിത്തൊട്ടിൽ ഹബ്ബായി മാറിയിട്ടുണ്ട് എന്നുള്ളത് ഞാനോ ജാമിദ ടീച്ചറോ അല്ല പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നിന്ന് റിട്ടയർ ചെയ്തിട്ടുള്ള സെൻകുമാർ സാറായാലും മറ്റേ ഒട്ടേറെ ബെഹ്റയായാലും ഉന്നത ഉദ്യോഗസ്ഥന്മാർ തന്നെ പച്ചയ്ക്ക് ഇവിടെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല ഇവിടെ മുൻപേ ഭരിച്ചു പോയിട്ടുള്ള VS അച്യുതാനന്ദൻ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ കേരളം ഇസ്ലാമിക രാജ്യമാക്കി മാറ്റാനുള്ള ആസൂത്രണം പോലും ഇവിടെ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞത് അദ്ദേഹമാണ്. അല്ലാതെ ഇന്നിപ്പോൾ കരിവേപ്പിലയായി അദ്ദേഹം എങ്ങനെ മാറി എന്ന ചോദ്യത്തിന് കൂടി അദ്ദേഹത്തിന്റെ ആ പ്രസ്താവന ആയിരുന്നു എന്നുള്ളത് പറഞ്ഞാലും തെറ്റ് പറയാനൊക്കില്ല. അത്തരത്തിൽ ഇന്നിപ്പോൾ ഗുജറാത്ത് എടുത്തു നോക്കിയാലും അതുപോലെ മധ്യപ്രദേശ്, ഇങ്ങനെ ഒട്ടേറെ സംസ്ഥാനങ്ങൾ തൂത്തുവാരിക്കൊണ്ട് തന്നെയാണ് BJP അവരുടെ തേരോട്ടം പൂർത്തിയാക്കിയിട്ടുള്ളത്. അവർക്ക് ചെറിയ പതർച്ച പറ്റിയിട്ടുള്ളത് മഹാരാഷ്ട്രയായാലും അതുപോലെ UP ആയാലും ഇത്തരത്തിൽ 1-2 സംസ്ഥാനങ്ങൾ മാത്രമാണ്. പക്ഷേ ആ സംസ്ഥാനങ്ങളുടേത് കൂടി മറ്റു സംസ്ഥാനങ്ങളിൽ റിക്കവർ ചെയ്യാൻ പറ്റിയത് കൊണ്ട് തന്നെയാണ് ഇന്ന് ഇസ്ലാമിക ജിഹാദികൾ, ഭീകര രാഷ്ട്രങ്ങൾ അവരൊക്കെ നേതൃത്വം നൽകുന്ന ഇന്ത്യ മുന്നണിക്ക് ഭരണത്തിൽ എത്താൻ പറ്റാഞ്ഞത്. ഇനി ആർക്കാണ് ഈ ഭൂരിപക്ഷം 290, 235, 18 എന്ന രീതിയിലേക്ക് മാറിയത് കൊണ്ട് എന്താണ് ഇനി ഇവിടെ സംഭവിക്കാൻ പറ്റുക എന്നുള്ളത് ഞാനിന്ന് അഡ്വക്കേറ്റ് ജയസൂര്യൻ സാറുമായി കുറച്ചു നേരത്തെ സംസാരിച്ച സമയത്ത് അദ്ദേഹം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, സാർ 290-ൽ നിന്ന് നമ്മൾക്ക് 272 മതി ഭരിക്കാൻ, പക്ഷെ ഈ 290-ൽ നിന്ന് വല്ലതും അടിയൊഴുക്കുകൾ ഉണ്ടാകുമോ, പിടിച്ചെടുക്കുമോ, കാശ് കൊടുത്തുകൊണ്ട് ചാക്കിട്ട് പിടിക്കുമോ, ഇതിൽ നിന്ന് വല്ലതും എന്ന് ചോദിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ഇല്ല അങ്ങനെ വരാൻ യാതൊരു സാധ്യതയുമില്ല. അവിടെ നിന്ന് തിരിച്ച് ഇങ്ങോട്ട്, അതായത് 235 എന്ന് പറയുന്ന ആ ഫിഗറിൽ നിന്ന് ഇന്ത്യ സഖ്യത്തിലുള്ള ആളുകൾ, അധികാര കൊതിമൂത്തിട്ടുള്ള ആളുകൾ ഇങ്ങോട്ട് ചാടുമെന്നല്ലാതെ BJP-ക്ക് നിലവിലുള്ള NDA-ക്ക് നിലവിലുള്ള 290-ൽ നിന്ന് അങ്ങോട്ടൊരിക്കലും എന്തായാലും തിരിച്ചു ചാടില്ല. അപ്പൊ ഞാൻ പിന്നെ അദ്ദേഹത്തോട് ചോദിച്ചു, പിന്നെന്താണ് സാർ ഇതിൽ നമ്മൾക്ക് ഒരു ബുദ്ധിമുട്ട് വരിക എന്ന് ചോദിച്ചപ്പോൾ അവിടെ അറിയാൻ പറ്റിയത് ഈ ഒരു കാര്യം മാത്രമാണ്. ഇതുവരെ കഴിഞ്ഞ തവണ മൃഗീയ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന, ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം ഉണ്ടായിരുന്ന BJP ആ തീരുമാനം എടുത്തതുപോലെ കട്ടയ്ക്കുള്ള തീരുമാനങ്ങൾ ഇനി എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുകൾ വരും. ആ ബുദ്ധിമുട്ട് ഒഴികെ അല്ലാതെ മറ്റൊരു ബുദ്ധിമുട്ടും നമ്മൾക്ക് ഭരണത്തിൽ ഇല്ല എന്നുള്ളതും സന്തോഷകരമായിട്ടുള്ള കാര്യം തന്നെ നമ്മൾ അറിയേണ്ടതുണ്ട്. 400 സീറ്റ് കിട്ടിയോ ഇല്ലേ എന്നുള്ളതല്ല, നമുക്ക് കിട്ടിയിട്ടുള്ള ഇത് വെച്ചുകൊണ്ട് തന്നെ ഇനിയും ഭാരതം കൂടുതൽ സുരക്ഷിതമായിട്ടുള്ള കരങ്ങളിലൂടെ തന്നെ ഭരണം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അടുത്ത തവണ 400-ന് മുകളിലേക്കും സീറ്റുകൾ വരും എന്നുള്ളത് ഉറപ്പിച്ച് തന്നെ പറയേണ്ടതുണ്ട്. ഇത് കേരളമാണ്,
ഇത് കേരളമാണെന്ന് പറഞ്ഞ് എല്ലാ കാലത്തും എല്ലാവരെയും ഭീഷണിപ്പെടുത്തി ഭരിക്കുന്ന ഇടതനും കോൺഗ്രസിനും കൃത്യമായിട്ട് കിട്ടിയ നെറുകും തലയ്ക്ക് കിട്ടിയ അടി തന്നെയാണ് സുരേഷ് ഗോപി സാറിന്റെ ആ വിജയം എന്നുള്ളത് കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്. ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനു മുമ്പ് ജാമിത ടീച്ചർ എന്താണ് അങ്ങോട്ട് ചൊറിഞ്ഞോളൂ ബാക്കിയുടെ. അല്ല, തന്നെയുമല്ല, ഇവിടെ 20 സീറ്റും ഞങ്ങള് നേടുമെന്ന് പറഞ്ഞിരുന്ന ആളുകള് നാമമാത്രമായി മാത്രം ഒരു സീറ്റിൽ ഒതുങ്ങി. എവിടെ ആഹ്ലാദ പ്രകടനങ്ങളൊന്നും കാണുന്നില്ല. കുറച്ച് ചുവന്ന ലഡു വിൽക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് കണ്ടിരുന്നു, വില കുറച്ച് കൊടുക്കുന്നുണ്ട് എന്ന്. വാങ്ങി വെച്ചതാണ് ജനങ്ങൾക്ക് വിതരണം ചെയ്യാൻ വേണ്ടിയിട്ട്, ചുവന്ന റോസാപ്പൂക്കൾ പോലെ. ഇപ്പോ സുരേഷ് ഗോപിയുടെ വിജയം നമ്മൾ ഇത്രയും എടുത്തു പറയാൻ കാരണം, ഒരുപാട് പേര് മത്സരിച്ചു, പക്ഷെ എന്നാലും ഇതുവരെ കേരളത്തിൽ ഒരു അക്കൗണ്ട് തുറക്കാൻ കഴിയില്ല, ബാങ്ക് അക്കൗണ്ട് മാത്രമേ തുറക്കാൻ പറ്റുള്ളൂ ഈ ചാണകത്തിനെന്ന് പറഞ്ഞ് അദ്ദേഹം ചെയ്ത എല്ലാ പ്രവർത്തനങ്ങളെയും വളരെ നിശിതമായി, നിന്ദ്യമായി, നീചമായി വിമർശിച്ച ആ മനുഷ്യന്റെ മനസ്സിനേറ്റ ആഘാതമുണ്ടല്ലോ, ആഘാതത്തിലും അദ്ദേഹം തളർന്നിരുന്നില്ല. അദ്ദേഹം അധികാരമുണ്ടെങ്കിലും ഇല്ലെങ്കിലും അദ്ദേഹം മാറ്റമില്ലാതെ ജനങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. ജനങ്ങളുടെ ജീവകാരുണ്യ പ്രവർത്തനം തന്നെ കൊണ്ട് സാധിക്കുന്നത്ര രൂപത്തിൽ ആളുകൾക്ക് നന്മ ഇപ്പൊ നമുക്കറിയാം, ഇപ്പോ ഞാൻ അധ്വാനിച്ച് പൈസ ഉണ്ടാക്കുന്നു, ബൈജു അധ്വാനിച്ച് പൈസ ഉണ്ടാക്കുന്നു. നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിന് ഒരുപാട് ലിമിറ്റുകൾ. നമുക്ക് പലർക്കും കണക്ക് കൊടുക്കണം. ചിലപ്പോ നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ ഇണയും തുണയുമായി നിൽക്കുന്ന, അതല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കള്, നമ്മുടെ മക്കളൊക്കെ തന്നെ പല പ്രവർത്തനങ്ങൾക്കും നമുക്ക് എതിരായിട്ട് നിൽക്കും. ഇപ്പോ അദ്ദേഹം ഈ വിജയിച്ചതിന് ശേഷമുള്ള പ്രസ് മീറ്റിൽ പറഞ്ഞത്, ഞാനും എന്റെ കുടുംബവും നിങ്ങളോട് എന്നും നന്ദിയും സ്നേഹവും കടപ്പാടുമുള്ളവരായിരിക്കും. അതായത് ഇദ്ദേഹം വീട്ടിൽ നിന്നും പണവുമായി പോകുന്നു, തിരിച്ചോട്ടക്കാലനയുമായി കടക്കാരനായിട്ട് കയറി വരുമ്പോൾ ഹൃദ്യമായി നിറഞ്ഞ ചിരിയോടെ സ്വീകരിക്കാൻ അവിടെ ഒരു ഭാര്യ ഉണ്ടായിരുന്നു. അവരൊരിക്കലും പരാതി പറഞ്ഞിട്ടില്ല. ഒടുവിൽ അദ്ദേഹം പറഞ്ഞു, ഞാനിങ്ങനെ തേരാപ്പാര ഷൂട്ടിങ്ങിനും മറ്റുമൊക്കെയായി നടക്കുന്ന സമയത്ത് എന്റെ വീട്ടിലെ കാര്യങ്ങൾ എന്റെ ഭാര്യയാണ് ഭംഗിയായി നോക്കുന്നത്, എന്റെ മക്കളെ വളർത്തുന്നത്. അതുകൊണ്ട് അവരെ വെറും ഒരു വീട്ടമ്മയായി, അങ്ങനെ ഒരു പേറുയന്ത്രമായി, വീട്ടിലെ ഒരു അടുക്കളക്കാരിയായിട്ടല്ല കാണേണ്ടത്, അവർക്ക് 5 ലക്ഷം രൂപയെങ്കിലും ശമ്പളം നമ്മൾ കൊടുക്കണമെന്ന് പറഞ്ഞ് സ്ത്രീകളുടെ ആ വേദനകൾ അദ്ദേഹം അറിയുമായിരുന്നു. ഏഷ്യനെറ്റ് ചാനലില് അദ്ദേഹം കോടീശ്വരൻ എന്ന പരിപാടിയിൽ അവതാരകനായിട്ട് എത്തി. ആ സമയത്തും അദ്ദേഹത്തിന്റെ മുമ്പിൽ എന്തുകൊണ്ടാണ് ആ ഹോട്ട് സീറ്റിൽ അവർ വന്ന് ഇരുന്നത്, അവരുടെ ആ കഷ്ടപ്പാടുകളും വേദനകളും പ്രത്യാശകളും പ്രതീക്ഷകളും ഒക്കെയായി അവർ വന്ന് ആ കസേരയിൽ ഇരുന്ന് നിരാശരായിട്ട് ഇറങ്ങിപ്പോകുമ്പോ തനിക്ക് ലഭിക്കുന്ന പ്രതിഫലത്തിന്റെ ഒരംശം അവർക്ക് നൽകാൻ ഒരാളും അറിയാതിരിക്കാനും അദ്ദേഹം അത് സൂക്ഷിച്ചിരുന്നു. അതുപോലത്തെ ഒരു വ്യക്തിയാണ് കലാഭവൻ മണി. അദ്ദേഹം ഒരിക്കലും ജഡ്ജായി വന്നിരിക്കുകയാണ്, ഏതോ ഒരു സിംഗറിന്റെ ജഡ്ജായിട്ട് വന്നിരിക്കുകയാണ്, ഒരു സിംഗറിന്റെ പ്രോഗ്രാം. അങ്ങനെ ഇരിക്കുമ്പോ ഒരു പയ്യൻ വന്ന് നിന്ന് പാട്ട് പാടിയപ്പം എഴുന്നേറ്റ് നിന്ന് അയാൾ പറയുകയാണ്, മോനെ, മണിച്ചേട്ടൻ ഒരുപാട് പട്ടിണിയുടെ വേദന അറിഞ്ഞതാ മോനെ, എന്റെ അക്കൗണ്ടിൽ ആകെ ഇത്ര രൂപയുള്ളൂ, അത് ഞാൻ ഇന്നാ മോനെ നിനക്ക് നൽകാം. അങ്ങനെ ജനങ്ങളുടെ പൾസ് അറിയുന്ന, വേദനിക്കുന്നവനെ ചേർത്ത് പിടിക്കാൻ സാധിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം. നമ്മൾ സാധാരണ രാഷ്ട്രീയക്കാരെ മൊത്തത്തിൽ കാണുന്നത് കപട രാഷ്ട്രീയത്തിന്റെ വക്താക്കളായിട്ടാ, ജനങ്ങളെ പറ്റിക്കുന്നവരായിട്ടാ, നടത്തിത്തരാം ഇങ്ങനെയാണ് നമ്മൾ കാണുന്നത്. പക്ഷേ തന്റെ ഔദ്യോഗിക ഫണ്ട് മുഴുവനും കൊടുത്തു തീർന്നാൽ പോലും അദ്ദേഹം അധ്വാനിച്ചുണ്ടാക്കുന്ന പണത്തിൽ നിന്ന് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പരസ്യമായും രഹസ്യമായും ചിലവഴിച്ച ഒരു മനുഷ്യനാണ്. ഇവർക്ക് ചോദിക്കാൻ പറ്റില്ല അട്ടപ്പാടിയിലെ ആദിവാസികൾക്ക് വേണ്ടി സുരേഷ് ഗോപി എന്താണ് ചെയ്തതെന്ന്. കാരണം അദ്ദേഹം ചെയ്തത്ര ഈ നാട്ടിലെ ഒരു രാഷ്ട്രീയക്കാരും ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് ചോദിക്കാം, എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് നിങ്ങൾ എന്താണ് ചെയ്തതെന്ന് സുരേഷ് ഗോപിയോട് ചോദിക്കാൻ പറ്റില്ല. കാരണം അദ്ദേഹം ഒരുപാട് ചെയ്തിട്ടുണ്ട്. സമൂഹ വിവാഹത്തിന് നിങ്ങൾ ചോദിക്കേ, ഒരു രാഷ്ട്രീയക്കാരനോട് ചോദിക്കേ, ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്താണ് ചെയ്തത്? അപരവൽക്കരിക്കപ്പെട്ട, അവരെ മാറ്റി നിർത്തപ്പെട്ട സമൂഹത്തിന്റെ ഭാഗമല്ലാതെയാണ് ഇന്നും ട്രാൻസ്ജെൻഡേഴ്സിനെ ഒരു വിഭാഗം ആളുകൾ കാണുന്നത്. പൊതുസമൂഹത്തിൽ അവർക്ക് ഒരു ഇടം കിട്ടിത്തുടങ്ങിയിട്ടേ ഉള്ളൂ. ഒരു ഇടപെടൽ ഏത് രാഷ്ട്രീയക്കാരാണ് നടത്തിയിട്ടുള്ളത്? എത്ര ആളുകൾക്കാണ് സർജറി ചെയ്യാൻ ആ മനുഷ്യൻ പണം വാരി വിതരണം ചെയ്തത്? കാരണം അവരെയും അഡ്മിറ്റ് ചെയ്യാനുള്ള വിശാലമായ ഒരു മനസ്സ് ഈ മനുഷ്യനിൽ ഉണ്ടായിരുന്നു. ജീവകാരുണ്യ പ്രവർത്തനങ്ങളില് ആ മനുഷ്യൻ സജീവമായി. അമ്മ എന്ന സിനിമാ സംഘടനയിലെ മെമ്പർഷിപ്പ് ഉള്ള അംഗമാണെങ്കിൽ പോലും ആ താര സംഘടനയിൽ സജീവമായി പ്രവർത്തിക്കാനോ അതിനകത്ത് വന്ന് ഞെളിഞ്ഞു കസേരയിൽ ഇരുന്നിട്ട് അഭിപ്രായ പ്രകടനങ്ങൾ നടത്തി ആളാകാനോ ആയിരുന്നില്ല അദ്ദേഹത്തിന്റെ സമയം അദ്ദേഹം ചെലവഴിച്ചത്. ഈ അമ്മ എന്ന സംഘടനയിലെ തന്നെ ദുഃഖം അനുഭവിക്കുന്ന,
അവശതകളും ദാരിദ്ര്യവും കഷ്ടപ്പാടുകളും ഒക്കെ അനുഭവിക്കുന്ന, സിനിമയിൽ അവസരങ്ങളില്ലാത്ത, പിന്നെ രോഗികളായിട്ടുള്ള, സഹായിക്കാൻ ആരുമില്ലാത്ത അത്തരം കലാകാരന്മാരുടെ പ്രശ്നങ്ങളിൽ നമ്മൾ ഇടപെട്ടിട്ടില്ലെങ്കിൽ മറ്റാരിടപെടും എന്ന് ചോദിച്ച് ഇദ്ദേഹം സജീവമായി അവരെയൊക്കെ സഹായിക്കാനും സഹകരിക്കാനും അവരുടെ പ്രശ്നങ്ങൾ സംഘടനയുമായി പങ്കുവെക്കാനും ആ മനുഷ്യൻ എല്ലാ കാലത്തും സജീവമായി രംഗത്ത് വന്നു. കലാകാരന്മാരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തി തന്നെയാണ് സുരേഷ് ഗോപിയുടെ പേര് കേന്ദ്രം നിർദ്ദേശിച്ചിരുന്നതെങ്കിലും ഒരു സിനിമക്കാരൻ എന്ന രൂപത്തിലല്ല തൃശ്ശൂരുകാര് സുരേഷ് ഗോപിയെ ഏറ്റെടുത്തത്, അവരിൽ ഒരാളാണ് എന്ന രൂപത്തിലാണ്. നമ്മൾ എത്ര രാഷ്ട്രീയക്കാരെ നമുക്ക് വിളിച്ചാൽ ലൈനിൽ കിട്ടും. നമ്മൾ ഇപ്പൊ ഇവിടെ ഇരുന്ന് വിളിച്ചാലും സുരേഷ് ഗോപി ഫോൺ എടുക്കും. കാരണം അദ്ദേഹത്തിന്റെ പേഴ്സണൽ കോൺടാക്ട് എന്റെ കയ്യിലുണ്ട്. വിളിച്ചാൽ ഒരു പേഴ്സണൽ സ്റ്റാഫ്, ഒരു പ്രൈവറ്റ് സെക്രട്ടറി എടുക്കുക, ഒരു തലക്കരം കാണിക്കും, ഒന്നുമില്ല. ഇപ്പൊ ഞാൻ വിളിച്ചിട്ട് പിന്നെ സുരേഷ് ഏട്ടാ ഞാനാണ് ജാമിദ ടീച്ചറാണ് വിളിക്കുന്നത്, ആ ടീച്ചറെ പറയൂ. എത്ര സമയം വരെ ഞാനൊരു പ്രോഗ്രാമിലാണ്, എന്നാലും ടീച്ചറെ നമുക്കൊരു 10 മിനിറ്റ് സംസാരിക്കാം. അങ്ങനെ പറയുന്ന എത്ര രാഷ്ട്രീയക്കാര് നമ്മുടെ നാട്ടിലുണ്ടാവും. വെറുതെ വട്ടച്ചൊറിയും കുത്തിയിരിക്കുന്നവർ പോലും അയ്യോ ഞാൻ തിരക്കിലാണ് പിന്നെ വിളിക്കും ഇങ്ങനെ പറഞ്ഞ് ജാട കാണിക്കുന്ന ഒരു സമയത്ത് ഞാൻ അദ്ദേഹത്തെ ഒരു ഹോസ്പിറ്റലൈസ്, നമ്മൾ വീഡിയോ ചെയ്ത ആളില്ലേ ആ ഷെരീഫ് എന്ന് പറയുന്ന മീൻ മത്സ്യ കച്ചവടക്കാരൻ, അദ്ദേഹത്തിന് വേണ്ടി വിളിച്ച ഉടനെ അദ്ദേഹം അപ്പോൾ തന്നെ ആ ഹോസ്പിറ്റലിൽ വിളിക്കുകയാണേ. ആ ഹോസ്പിറ്റലിൽ വിളിച്ചിട്ട് അദ്ദേഹത്തിന് ചികിത്സ നിഷേധിക്കരുത്, അദ്ദേഹത്തിന് വേണ്ടത്, എത്ര തിരക്കുണ്ട് എന്നാൽ പോലും ഒരു മനുഷ്യന്റെ ജീവനും മറ്റുള്ളവരുടെ വിഷമങ്ങൾക്കും പ്രാധാന്യം നൽകുന്ന ഒരു മനുഷ്യൻ. ഇപ്പോ ബൈജുവിന്റെ പ്രശ്നങ്ങൾ വലുതാ, എനിക്ക് എന്റെ പ്രശ്നങ്ങൾ വലുതാ, പക്ഷെ ബൈജുവിന്റെ പ്രശ്നങ്ങളെ ഞാൻ എന്റെ പ്രശ്നങ്ങളായി ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞാൽ എന്നിലെ വലിയ ഒരു മനുഷ്യസ്നേഹിയെയാണ്. അങ്ങനെ ഒരു മനുഷ്യസ്നേഹിയെയാണ് സുരേഷ് ഗോപിയിൽ തൃശ്ശൂർക്കാര് കണ്ടത്. ഇപ്പൊ എൻഡോസൾഫാൻ ഈ പിന്നെ പ്രയാസത്തിലായിരിക്കുന്ന ദുരിതത്തിലായ ആളുകൾക്ക് 9 വീടുകളാണ് സുരേഷ് ഗോപി നിർമ്മിച്ചു നൽകിയത്. ഒന്ന് ആലോചിക്കും ബൈജു, ഒരു പേന, ഒരു ബാഗ് ആർക്കെങ്കിലും ദാനമായി നൽകിയാൽ പോലും ഫേസ്ബുക്കിലും യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ വലിയ രൂപത്തിൽ പോസ്റ്റ് ഇട്ട് വീഡിയോ ചെയ്ത് ഫോട്ടോ എടുത്ത് പ്രദർശിപ്പിക്കുന്ന ആളുകൾ. ഇപ്പൊ MA യൂസഫ് അലി, അദ്ദേഹത്തിന് വിലമതിക്കാനാകാത്ത സമ്പത്ത് നമുക്ക് പറയാൻ പോലും അറിയാത്തത്ര. എനിക്കൊരു നിശ്ചിത കണക്കിനപ്പുറം എണ്ണാനും അറിയില്ല, എഴുതാനും അറിയില്ല. അപ്പോ ശിവൻകുട്ടിയെ ഒന്നും ഞാൻ കുറ്റവും പറയുന്നില്ല, കാരണം അത്രയ്ക്കും പോരായ്മയൊന്നുമില്ല, എന്നാൽ പോലും അത്രയ്ക്കും സമ്പത്തുണ്ട്. എന്നിട്ട് ഒരമ്മ വന്ന് യൂസഫ് അലിയുടെ കാല് പിടിക്കുന്നു, എനിക്ക് ആധാരം ബാങ്കിലായി പോയി, എത്ര രൂപയാണ്, 1,20,000 രൂപ, ശരി അത് ഞാൻ തന്നിട്ടുണ്ട്, ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യാണ്. എത്രയോ വീഡിയോഗ്രാഫർമാര് മുമ്പിൽ നിൽപ്പുണ്ട്. എന്നാ ശരി, അദ്ദേഹം ചെയ്യുന്നത് നല്ലതാണ്, ഞാൻ അതല്ല പറയുന്നത്, അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുകയുമല്ല വിമർശിക്കുകയുമല്ല. ഒരു പക്ഷേ യൂസഫ് അലിയുടെ സഹായം എത്തിയിട്ടില്ലെങ്കിൽ, സഹായം കിട്ടാത്ത രക്ഷപ്പെടാത്ത നിരവധി ആളുകൾ ഉണ്ടാകും. അവർക്കൊക്കെ അദ്ദേഹത്തിന്റെ സഹായം എത്തിയതിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു. ഞാൻ അതിനെ നല്ല രൂപത്തിൽ തന്നെ അത്യുദാരമായിട്ട് തന്നെയാണ് കാണുന്നത്. പക്ഷെ ഒരു ക്യാമറയുടെയും മുമ്പിലല്ലാതെ, ഒരു വലിയ തലക്കെട്ടോടുകൂടി വാർത്തകൾ ഒന്നും കൊടുക്കാതെ, ഒരു ചാനലുകാരെയും വിളിക്കാതെ 9 വീടുകൾ സുരേഷ് ഗോപി നിർമ്മിച്ചു നൽകി. നമ്മൾ എവിടെയെങ്കിലും അത് കണ്ടോ? ആരെങ്കിലും പറഞ്ഞ് നമ്മൾ കേട്ടോ? അപ്പോ പൊതുസമൂഹം അന്യവൽക്കരിച്ച മണ്ണിന്റെ മക്കളായ ആദിവാസികൾ, നമുക്കറിയാം പിന്നെ നമ്മുടെ മധുവിനെ എന്റെ അനിയനാണെന്നൊക്കെ പറഞ്ഞിട്ട് ചില സിനിമാ താരങ്ങളൊക്കെ മുന്നോട്ട് വന്നു, ശരിയാണ്. പക്ഷേ അത് എപ്പോഴാണ് വന്നത്? മധു എത്തേണ്ടടുത്ത് എത്തിക്കഴിഞ്ഞതിന് ശേഷം അല്ലെ? മധുവിനെ അടിച്ചു കൊന്നതിന് ശേഷമാണ് മധുവിന് മമ്മൂട്ടിയെ പോലെ ഒരു ജ്യേഷ്ഠൻ ഉണ്ടാകുന്നത്. പക്ഷെ അത് എന്തിനാണ് അദ്ദേഹം മോഷ്ടിച്ചത്? 1 കിലോ അരിയും 1/2 കിലോ പഞ്ചസാരയും മോഷ്ടിച്ചതിന്റെ പേരിൽ അടിച്ചു കൊല്ലപ്പെട്ട മധു. അതിനു മുമ്പ് നമ്മുടെ സഹായം എത്തണ്ടേ? അവിടെയാണ് സുരേഷ് ഗോപിയുടെ പ്രാധാന്യം. ഞാൻ മമ്മൂട്ടിയെ ചെറുതാക്കി കാണിക്കുന്നതല്ല, എന്നാലും ഒരാൾ കൊല്ലപ്പെടുന്നതിന് മുമ്പ് തന്നെ ആദിവാസികൾ, ഇനിയും ഒരാൾ പട്ടിണി കിടന്നു മരിക്കരുത്, അങ്ങനെ ആദിവാസികൾക്ക് സഹായവുമായിട്ട് എത്തിയ ആദ്യത്തെ സിനിമക്കാരനാണ് സുരേഷ് ഗോപി. എന്നിട്ട് എവിടെയെങ്കിലും അദ്ദേഹം പറഞ്ഞ് മുഹബത്ത് നടിക്കുന്നത് നമ്മൾ കണ്ടോ? എന്നിട്ട് എല്ലാരും പറഞ്ഞു സുരേഷ് ഗോപി തലക്കനമുള്ള ആളാണെന്ന്. ആരെക്കുറിച്ചാണ് നിങ്ങൾ ഈ തലക്കനം എന്ന് പറയുന്നത്? പറയാനുള്ളത് പറയും, അത്രേ ഉള്ളൂ. നിങ്ങൾ എന്തൊക്കെ തന്നെ മാധ്യമങ്ങൾ എഴുതിയപ്പോഴും ചിരിച്ചുകൊണ്ട് അദ്ദേഹം അതിനെ നേരിട്ടില്ലേ? നമുക്കറിയാം ശ്രീ ഉമ്മൻചാണ്ടി, അദ്ദേഹവും കുടുംബവും അനുഭവിച്ച പ്രയാസങ്ങളും പ്രതിസന്ധികളും ഇന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അന്ന് നമുക്ക് മനസ്സിലായില്ല. ഒരു സ്ത്രീയെ മുൻനിർത്തി ആ കുടുംബത്തെ എന്തെല്ലാം രൂപത്തില് ഇതുവരെ കേരളക്കര പബ്ലിക്കായിട്ട് പറയാൻ മടിച്ചിരുന്ന
വദനസുരതം എന്ന പേര് പോലും ഉപയോഗിച്ച്. അദ്ദേഹത്തിനും ഒരു കുടുംബമുണ്ട്, അദ്ദേഹത്തിന് മക്കളുണ്ട്, ഭാര്യയുണ്ട്. ആ കുടുംബവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ശിഖരങ്ങളുണ്ട്. അവരുടെയൊക്കെ മുഖത്ത് ഇനിയും നോക്കണം ഈ മനുഷ്യന്. ആ മനുഷ്യൻ വേദനിച്ചു വേദനിച്ചു വേദനിച്ച് ഒടുവിൽ ആ കുറ്റക്കാര് മാപ്പ് പറയാൻ പോലും തയ്യാറായില്ല. ഒന്ന് ആലോചിച്ച് നോക്കണം. ഇങ്ങനെ നമ്മൾ പറയുന്ന ചില വെറും വർത്തമാനങ്ങൾ മറ്റുള്ളവരിൽ എത്രമാത്രം വേദനകൾ ഉണ്ടാക്കുന്നു. എന്നിട്ടും സുരേഷ് ഗോപി ചിരിച്ചുകൊണ്ട് തന്നെ അത്തരം എല്ലാ പ്രതിസന്ധികളെയും നേരിട്ടു. തൃശ്ശൂർ എടുക്കുമെന്ന് പറഞ്ഞപ്പോൾ അത് വലിയ ട്രോളായി. മാവേലിക്കരയിലൂടെ ഒരു ദിവസം യാദൃച്ഛികമായി സുരേഷ് ഗോപി യാത്ര ചെയ്യുന്നു. ആ സമയത്ത് കാല് നഷ്ടപ്പെട്ട ഒരു മനുഷ്യനെ കാണുന്നു. സുരേഷ് ഗോപിയെ കാണാൻ വേണ്ടി വന്നതല്ല, സുരേഷ് ഗോപിയോട് സഹായം അഭ്യർത്ഥിച്ചു വന്നതല്ല. ആ മനുഷ്യന്റെ വേദന മനസ്സിലാക്കുന്നു. എനിക്ക് 2 കാലുമുണ്ട്, ഞാൻ സുന്ദരമായി നടക്കുമ്പോൾ എനിക്ക് വേദന അനുഭവപ്പെടുന്നില്ല. അതുകൊണ്ട് ആ മനുഷ്യന് 1 ലക്ഷം രൂപയോളം മുടക്കിയാണ് ആധുനിക രൂപത്തിലുള്ള ഒരു കൃത്രിമ കാല് വാങ്ങി സുരേഷ് ഗോപി നൽകുന്നത്. ഇതൊന്നും ആരും വാർത്തയാക്കുന്നില്ല, ആരും എഴുതി ആരെയും അറിയിക്കുന്നുമില്ല. നമുക്കറിയാം, നടൻ രതീഷ് പല സിനിമകളിലും വില്ലൻ കഥാപാത്രമായി നമുക്ക് മുമ്പിൽ വന്നിട്ടുള്ളതാ. ഞാൻ എന്തുകൊണ്ടത് പറഞ്ഞതിനോ, സുരേഷ് ഗോപിയെ കുറിച്ച് പറഞ്ഞാൽ തീരത്തില്ല എന്ന് ബൈജു പറഞ്ഞതുകൊണ്ട് ഇപ്പൊ ഇവര് ചോദിക്കും എന്തപ്പോ ഇത്ര പറയാനുള്ളത് എന്നായിരിക്കും അടുത്ത വരുന്ന കമന്റ്. അതുകൊണ്ട് ഞാൻ ചില വസ്തുതകൾ മാത്രം പറയാണ്. ഏതാണ്ട് 1000-1 മാത്രം. നടൻ രതീഷ് മരിക്കുന്ന സമയത്ത് ആ കുടുംബം അനാഥമായി. ഭാര്യയുമുണ്ട്, 2 കുഞ്ഞുങ്ങളുമുണ്ട്, 2ഉം പെൺകുഞ്ഞുങ്ങളാണ്. ഞാൻ പെണ്ണ് ചെറുതെന്നല്ല ഞാൻ പറഞ്ഞത്, പെൺകുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞാൽ അവരെ വളർത്തിയെടുക്കാൻ കൂടുതൽ ലയബിലിറ്റീസ് ഉണ്ട്. എന്നിട്ട് 2 ആൺകുട്ടികളും. അങ്ങനെ ഈ 4 മക്കളും ഒരു ഭാര്യയും. എത്ര സിനിമക്കാര് രതീഷിന്റെ വീട് സന്ദർശിച്ചു, എത്ര പേര് അവരുടെ മുമ്പോട്ടുള്ള ജീവിതത്തെ കുറിച്ച് ചിന്തിച്ചു. ഇപ്പൊ പല സിനിമാ താരങ്ങളും സഹായിക്കാൻ തയ്യാറാകും. എപ്പോഴാണെന്നറിയാമോ? അവരുടെ വാർത്ത വൈറലായി കഴിയുമ്പോൾ. ഇപ്പൊ ഉണ്ണിമേരി, ശരി, അവരുടെ വാർത്ത ഞാൻ സപ്പോസ് പറഞ്ഞതാ, ഉണ്ണിമേരിക്ക് പ്രശ്നമുണ്ടെന്നല്ല, അല്ലെങ്കിൽ ചാളമേരി, അവർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞ് ആരെങ്കിലും പോകുന്നു, ഒരു വീഡിയോ ചെയ്യുന്നു, വേറെ 2-3 പേര് ആ വീഡിയോ എടുത്ത് റിവ്യൂ ചെയ്യുന്നു, അത് വല്ലാതെ വൈറലാകുന്നു. ആ സമയത്ത് ഇവരുടെ ഫാൻസുകാര് ഈ നടന്മാരെ സമീപിക്കുന്നു. അപ്പോഴാണ് മുന്നോട്ട് വരിക. കാരണം എന്താ? അപ്പോഴേ ആൾക്കാർ അറിയൂ ഇത്. ഞാൻ ഒരാളെ സഹായിക്കുന്നെങ്കിൽ ഒരു 4 പേര് അറിയണം എന്നത് എന്റെ മനസ്സിലുണ്ട്. അതാണ് ഇവിടെ. പക്ഷേ രതീഷിനെ സംബന്ധിച്ച് ആരും വീഡിയോ ചെയ്തിട്ടല്ല. ഇദ്ദേഹവും ഒരു സിനിമക്കാരനാണ്. ഞാൻ ഇല്ലാതായാൽ എന്റെ കുടുംബം എങ്ങനെ ജീവിക്കും എന്നത് കൃത്യമായി ഇദ്ദേഹം മനസ്സിലാക്കി പ്രവർത്തിച്ചു. എന്നിട്ട് വലിയ സാമ്പത്തിക ബാധ്യതയുടെ മുമ്പിൽ നിൽക്കുന്ന ഈ രതീഷിന്റെ കുടുംബത്തെ തേനിയില് അവരെ തടഞ്ഞു വെച്ച കൗണ്ടറെ വിളിച്ചു വരുത്തിയിട്ട് അവരുടെ ബാധ്യതകൾ മുഴുവനും തീർക്കുവാണ്. കാരണം തേനിയിൽ വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് അയാൾ ഇങ്ങനെ അവിടൊക്കെ ഗൗണ്ടർ അവിടെ ഇങ്ങനെ വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ സാമ്പത്തിക ബാധ്യത മുഴുവനും തീർത്തു കൊടുക്കുവാണ്. എന്നിട്ട് തിരുവനന്തപുരത്ത് അവർക്ക് സ്ഥിര താമസത്തിന് ഒരു സൗകര്യം ഒരുക്കി ഈ സുരേഷ് ഗോപി എന്ന് പറയുന്ന മനുഷ്യൻ. അപ്പൊ എന്നിട്ട് രതീഷിന്റെ മകളുടെ വിവാഹത്തിന് നൽകിയ സ്വർണം എത്രയാണെന്ന് അറിയാമോ? 100 പവന്റെ സ്വർണം ഇദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള. അപ്പോഴും ഇദ്ദേഹം എന്താ ചിന്തിക്കുന്നതെന്ന് അറിയാമോ? ഇതെന്റെ മകളാണ്, നമ്മളിൽ ആര് കൊടുക്കും 100 പവൻ? 10 പവൻ ആര് കൊടുക്കും? കോടികൾ ഉണ്ടെങ്കിൽ. നമ്മുടെ കയ്യിൽ ഇപ്പൊ 1 കോടി രൂപ ഉണ്ടെങ്കിൽ 1 ലക്ഷം കൊടുക്കുമ്പോൾ നമ്മളൊന്ന് വിറയ്ക്കും. അയ്യോ, വിറച്ച് അല്ലേ? ആ സമയത്ത് അത് എന്റെ മകളാണ്. രതീഷ് ജീവിച്ചിരുന്നാൽ ആ രതീഷ് അവന്റെ മകൾക്ക് വേണ്ടി എന്ത് ചെയ്യുമോ അത് ഞാൻ ചെയ്യണം. ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു മനുഷ്യൻ ജയിച്ചിട്ടില്ലെങ്കിൽ ആ നാടിനല്ലേ അതിന്റെ കുറവ്? അദ്ദേഹത്തിന്റെ സേവനം നഷ്ടപ്പെടുന്നത് ആ നാടിനല്ലേ? MP ആയിരുന്ന സമയത്ത് വയനാട്ടിലെ ആദിവാസികൾക്ക് കുടിവെള്ളം എത്തിക്കുന്നു. സംസ്ഥാന സർക്കാർ ഇനിഷ്യേറ്റീവ് എടുത്ത് ചെയ്യേണ്ടുന്ന പല പദ്ധതികളും അദ്ദേഹം ഒറ്റയ്ക്ക് നടപ്പിലാക്കി. രാജ്യസഭയിലെ കേരളത്തിലെ ആദിവാസികൾ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് വേണ്ടി അദ്ദേഹം വാദിക്കും. നമുക്കറിയാം എത്ര MP മാരുണ്ട് നമ്മുടെ നാട്ടില്, എത്ര വാ തുറക്കാത്ത എത്ര പേരുണ്ട്. ഇപ്പോ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലാണെങ്കിലും മെമ്പർ ഓഫ് പാർലമെന്റിലാണെങ്കിലും വാ തുറക്കാത്ത ആളുകളുണ്ട്. ഇന്ന് വരെ വാ തുറന്നിട്ടില്ലാത്ത ആളുകൾ നമുക്കറിയാം. ഒരു നടനെ നമ്മൾ ജയിപ്പിച്ചു വിട്ടു, നിങ്ങൾ എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ? അതിനല്ലേ ആംഗ്യമെന്ന് പറഞ്ഞ നടനെ നമുക്കറിയാം. ഞാനൊരു കലാകാരനല്ലേ, അപ്പൊ ഞാൻ അങ്ങനെയല്ലേ സംസാരിക്കേണ്ടത്? പക്ഷേ സുരേഷ് ഗോപി വാചാലനാകുകയായിരുന്നു.
കേരളത്തിലെ ആദിവാസികൾ മനുഷ്യരാണ്. അവർക്ക് നമ്മളെ പോലെ ഈ ഭൂമിയുടെ അവകാശികളായിട്ട് ജീവിക്കാൻ അവകാശമുണ്ട്. അവരുടെ ഭൂമിയാണ് നമ്മൾ കയ്യേറിയിരിക്കുന്നത്. അങ്ങനെ MP കാലയളവില് അദ്ദേഹത്തിന്റെ MP ഫണ്ടിന് പുറമെ കയ്യിൽ നിന്ന് കോടികൾ ചെലവഴിച്ചു. ഞാൻ വിളിക്കുന്ന സമയത്ത് അദ്ദേഹം പറയാണ്, ടീച്ചറെ ഞാൻ ഒരുപാട് കടത്തിലാണ്, ഈ ജനങ്ങൾ വന്ന് കൈ നീട്ടുമ്പോ എനിക്ക് കൊടുക്കാതിരിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, സാറേ എനിക്കിപ്പോ പൈസ വേണ്ട, നിങ്ങളുടെ ഒരു ഫോൺ കോൾ ആണ് എനിക്ക് വേണ്ടത്. നിങ്ങളുടെ വിലപ്പെട്ട 2 മിനിറ്റ് നിങ്ങൾ ആ രോഗിക്ക് വേണ്ടി ചെലവഴിക്കണം. 2 എന്തിനാക്കുന്നത്, 5 മിനിറ്റ് ഞാൻ തരാമെന്ന്. അങ്ങനെയാണ് ആശുപത്രിയിൽ വിളിച്ചിട്ട് ആ മനുഷ്യന്റെ വിവരങ്ങളൊക്കെ അറിയുന്നതും എന്നോട് സംസാരിക്കുന്നതും. പിന്നീട് വിളിച്ചെന്നോട് ചോദിക്കുകയും ചെയ്തു എന്തായി കാര്യം. അങ്ങനെ ജനങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒരു മനുഷ്യനെയാണ് ജനങ്ങൾക്ക് ആവശ്യം. ഇപ്പോ ശക്തൻ മത്സ്യ മാർക്കറ്റ് അത് ഹൈടെക് ആക്കുന്നതിന് വേണ്ടി 1 കോടി രൂപയാണ് അനുവദിക്കുന്നത്. എന്തിനാ? ജനങ്ങൾക്ക് സുലഭമായി സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് പോകാനും അതുവഴി നാടിനൊരു വികസനം, നഗരത്തിനൊരു വികസനം ആ രൂപത്തിൽ സാധിക്കണം. എത്ര MP മാർക്ക് ഇങ്ങനെയൊക്കെ സ്വന്തം നാട്ടിൽ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എന്ന് ചിന്തിക്കുമ്പോഴാണ് ഈ സുരേഷ് ഗോപി എന്ന നടൻ രാജ്യസഭ MP കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനെ കണ്ടതും നമ്മുടെ നാടിന്റെ ബുദ്ധിമുട്ടിനെ സംബന്ധിച്ച് അവരെ ബോധവൽക്കരണം നടത്തുന്നതും ഇന്ന സേവനങ്ങളാണ് ഞങ്ങൾക്ക് കേന്ദ്രത്തിൽ നിന്നും വേണ്ടതെന്ന് പറയുകയും ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് അങ്ങനെയാ. നമ്മൾ പറയാറില്ലേ, കളിയാക്കിയാണെങ്കിലും ചിലർ വരുമ്പോൾ ചരിത്രം വഴിമാറുമെന്ന്. അതെ, ചരിത്രം വഴിമാറും. എപ്പോഴാണെന്നറിയാമോ? ഈ പരിഹാസങ്ങളിലും വേദനകളിലും ഒക്കെ ഉഴറി ജീവിക്കുമ്പോഴും അദ്ദേഹം ആ പരിഹാസങ്ങളെ ഒന്നും നോക്കുന്നില്ല. ഒരാൾ എന്നെ അഡ്മിറ്റ് ചെയ്യുന്ന ആളുകളുണ്ടോ, അവർക്ക് വേണ്ടി ഞാൻ പ്രവർത്തിക്കാൻ തയ്യാറാണ് എന്ന രൂപത്തിലാണ് ഈ സുരേഷ് ഗോപി നാടിന് വേണ്ടി കണ്ടതെല്ലാം ചെയ്തത്. എന്നിട്ട് സുരേഷ് ഗോപിയുടെ വിജയത്തെ നമ്മൾ ആധികാരികമായി തന്നെ കാണുന്നു. അത് ഒരുപക്ഷെ തൃശ്ശൂരിന്റെ സ്വകാര്യമായ അഹങ്കാരമായേക്കാം. ഇദ്ദേഹം പാർലമെന്റിൽ എത്തുമ്പോൾ ഇനിയും സംസ്ഥാനം ഉറ്റുനോക്കുന്നത് എന്താണെന്നറിയാമോ? തൃശ്ശൂരിലും പരിസരങ്ങളിലും ഒക്കെ സ്ഥാപിച്ചിട്ടുള്ള ഒരുപാട് പരസ്യ ബോർഡുകളുണ്ട്. അതിനകത്തൊക്കെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രത്തിലുണ്ടായിരുന്ന ഒരു അടിക്കുറിപ്പ്. തൃശ്ശൂരിൽ ഒരു കേന്ദ്രമന്ത്രി, മോദിയുടെ ഉറപ്പ്. എത്ര യാഥാർത്ഥ്യമായി നോക്കിക്കേ. ആദ്യം പരിഹസിച്ചു, അപഹസിച്ചു, വിമർശിച്ചു, ആയുധങ്ങളെക്കാൾ മൂർച്ചയുള്ള ആരോപണങ്ങളുമായി മുന്നോട്ട് വന്നു. എപ്പോഴും വിവാദങ്ങളുടെ കൊടുമുടിയിൽ നിർത്തി. ഈ വിവാദങ്ങളിൽ ഉഴറുമ്പോ നമ്മൾ മനുഷ്യരല്ലേ, നമുക്ക് വേദന ഉണ്ടാകും. 10 പേര് അനാവശ്യങ്ങൾ പറയുമ്പോയോ മനസ്സാ വാച അറിയാത്ത കാര്യം എന്തിന്റെ പേരില് ഞാൻ ജനങ്ങൾക്ക് നന്മയെ ചെയ്തിട്ടുള്ളൂ, എന്നിട്ടും എനിക്ക് ഈ രൂപത്തിലാണല്ലോ കിട്ടുന്നത് എന്നോർത്ത് ആ മനുഷ്യൻ വേദനയോടെ വീട്ടിൽ കയറി ചെല്ലുമ്പോ വീട്ടുകാര് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എത്രയോ ആഴത്തിൽ ഇറങ്ങും അത്. കിട്ടിയാ? നിറഞ്ഞ? മതിയായില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. കുടുംബക്കാര് ചോദിക്കും, നിനക്ക് അങ്ങനെ വേണോടാ, എന്റെ നാടെന്നും പറഞ്ഞ് ഇറങ്ങി തിരിച്ചല്ല. ഇതിനെയൊക്കെ ഈ മനുഷ്യൻ ഏത് രൂപത്തിലായിരിക്കും പ്രതിരോധിച്ചിട്ടുള്ളത് എന്ന് ചിന്തിച്ച് നോക്കിക്കേ. നമുക്കറിയാം, എന്നോടിപ്പോ എന്റെ മോള് ചോദിക്കാറുണ്ട്, കിട്ടിയാ, അവർക്ക് കൊടുത്തിട്ട് കിട്ടിയാ, നാട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കിട്ടിയോ എന്ന് ചോദിക്കാറുണ്ട്. അതുപോലെ ഈ മനുഷ്യൻ അതിനെയൊക്കെ നേരിട്ടു. ഈ വിജയം ആ മനുഷ്യന്റെ മാത്രം ഒരു സ്വകാര്യമായ അഹങ്കാരമല്ല. ഏതാണ്ട് അദ്ദേഹത്തെ പോലെയുള്ള സകലമാന മനുഷ്യ സ്നേഹികളും ചിന്തിക്കണം, ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെ ജനം തിരിച്ചറിയും, നാട് നമ്മളെ തിരിച്ചറിയും. നമ്മളെ ദ്രോഹിച്ചവർക്ക് ഒന്ന് പുനർവിചിന്തനം നടത്താൻ തീർച്ചയായിട്ടും ഒരവസരം കാലത്തിന്റെ കാവ്യനീതി എന്നതുപോലെ ലഭിക്കാതിരിക്കില്ല. ഇപ്പോ ടീച്ചർ പറഞ്ഞതിന്റെ കൂടെ കൂട്ടിച്ചേർക്കുകയാണ്. സത്യത്തിൽ സുരേഷ് ഗോപി സാറിന്റെ ഈ വിജയം മറ്റ് BJP നേതൃത്വത്തിൽ, ഇപ്പൊ കഴിഞ്ഞ ദിവസം ജയസൂര്യൻ സാർ പറഞ്ഞു, BJPയുടെ കേന്ദ്ര പദ്ധതികൾ പോലും താഴെ തട്ടിലെത്താത്തതിന്റെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ BJP പ്രവർത്തകരുടെ ആ ഒരു എത്തിക്കാൻ അവർക്ക് ത്തിലുള്ള കാര്യമൊക്കെ സത്യസന്ധമായി തുറന്നു പറഞ്ഞ ജയസൂര്യൻ സാറിന്റെ വാക്കുകളൊക്കെ നമ്മൾ കേട്ടതാ. മറ്റൊന്നുകൂടി പറയേണ്ടതുണ്ട്. ഇപ്പം കൃത്യമായിട്ട് സുരേഷ് ഗോപി സാർ എങ്ങനെയാണ് തൃശ്ശൂരിൽ ജയിച്ചത് എന്ന് ചിന്തിക്കേണ്ടത് ഓരോ BJP നേതൃത്വം തന്നെയാണ്. നമ്മൾ അവരെ ഉപദേശിക്കാൻ ആളായിട്ടൊന്നുമില്ല. പക്ഷെ ഓരോ സാധാരണക്കാരനും പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ നമുക്കറിയാം, BJPയുടെ സ്ഥാനാർത്ഥികളെ പരിശോധിച്ചാൽ അതിൽ കൃത്യമായിട്ടും ഒരു മണ്ഡലം തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുള്ളത് സുരേഷ് ഗോപി സാറിന് മാത്രമാണെന്ന് പറഞ്ഞാൽ കുറ്റപ്പെടുത്താനാവില്ല. മറ്റേതൊരു മണ്ഡലം എടുത്തിട്ടുണ്ടെങ്കിലും
അവിടെ ഒരു പുതുമുഖമായിട്ടാണ് അവിടുത്തെ സ്ഥാനാർത്ഥി ചെല്ലുന്നത്. തിരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് ഒരു മാസം അതല്ലെങ്കിൽ 30-40 ദിവസങ്ങൾക്ക് മുൻപ് ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നു. ആ സ്ഥാനാർത്ഥി അവിടെ ലാൻഡ് ചെയ്തതിനു ശേഷമാണ് ആ ഭൂമിക്ക് എത്ര വിസ്തീർണമുണ്ട്, അവിടെ എത്ര ജനസംഖ്യയുണ്ട്, അവിടുത്തെ ആളുകളുടെ മെജോറിറ്റി എങ്ങനെ എന്നുള്ള കാര്യം പോലും മനസ്സിലാക്കുന്നത് എന്ന് മാത്രമല്ല അവിടെ എത്ര വികസനം നടന്നു, വികസനം ഇല്ലായ്മ എത്രയുണ്ടെന്നൊക്കെ അറിയുന്നത് വെറും ഈ 30 ദിവസം 40 ദിവസം മുൻപ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതിന് ശേഷം മാത്രമാണ് എന്ന് പറയുന്ന ആ വളരെ വേദനാജനകമായിട്ടൊരു അവസ്ഥ മാറേണ്ടത് തന്നെയാണ്. പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു സർവേ റിപ്പോർട്ട്, ഏറ്റവും അവസാനം വന്ന സർവേ റിപ്പോർട്ട് നമ്മൾ കേട്ടതാണ്. എന്തായിരുന്നു? 1 മുതൽ 3 വരെ സീറ്റുകൾ BJP നേടുമെന്ന് പറഞ്ഞിരുന്നു. അതിലെ ആ 1 നമ്മൾ നേടി, തൃശ്ശൂർ തന്നെയായിരുന്നു ആ നമ്പർ 1 ആയിട്ടുണ്ടായിരുന്നത്. ബാക്കി 2 കൂടി ഉണ്ടായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ അറിയേണ്ടതുണ്ട്. നമ്മൾ രാവിലെ മുതൽ കേൾക്കുന്നതാണ് ആറ്റിങ്ങലില് 600 വോട്ടിന് 500 വോട്ടിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടതും വലതും ഭൂരിപക്ഷം പങ്കുവെക്കുന്നത് നമ്മൾ ഇങ്ങനെ കേട്ടതാണ്. എന്തുകൊണ്ടാണ് അവർക്ക് 600-700 വോട്ടുകൾ മാത്രം ഭൂരിപക്ഷം നേടിക്കൊണ്ട് ഇങ്ങനെ ഒരു പങ്കുവെക്കൽ നടന്നത്? അവസാനം 1708 വോട്ടിനാണ് അടൂർ പ്രകാശ് അവിടെ ജയിച്ചത്. അതിനു മുൻപ് അടൂർ പ്രകാശ് ജയിച്ചത് എത്രയെന്നുള്ളത് ചിന്തിക്കേണ്ടതുണ്ട്. ഏകദേശം എനിക്ക് തോന്നുന്നു 38,000-ത്തിലധികം വോട്ടിനാണ് സമ്പത്തിനെ അദ്ദേഹം തോൽപ്പിച്ചിട്ടുള്ളത് കഴിഞ്ഞ തവണ 2019. അത്തരത്തിൽ 38,000 വോട്ടിൽ നിന്ന് 1708 വോട്ടിലേക്ക് എങ്ങനെയാണ് മാറിയതെന്ന് ചിന്തിക്കുമ്പോഴാണ് അവിടെ മുരളീധരൻ എന്ന് പറയുന്ന കേന്ദ്ര വിദേശ സഹമന്ത്രിയായിട്ടുള്ള മുരളീധരന്റെ ആ ഒരു ഫൈറ്റിംഗ് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് മാധ്യമങ്ങളൊന്നും പറയില്ല, കാരണം അവിടെ ഇടതും വലതും മാത്രം ഇഞ്ചോടിഞ്ച് മത്സരിച്ചു എന്നാണ് കേട്ടത്. പക്ഷെ കേരളത്തിലെ ഈ 20 മണ്ഡലങ്ങളിലും ഇഞ്ചോടിഞ്ച് ത്രികോണ മത്സരം നടന്ന ഒരേ ഒരു മണ്ഡലമേ ഉള്ളൂ, അത് ആറ്റിങ്ങൽ മണ്ഡലമാണ്. ഈ ആറ്റിങ്ങൽ മണ്ഡലം നമ്മൾ പറയുമ്പോൾ നമ്മുടെ ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന നമ്മുടെ ധീരയായിട്ടുള്ള ശോഭേച്ചിയെ കൂടി പറയേണ്ടതുണ്ട്. കാരണം കഴിഞ്ഞ തവണ ശോഭേച്ചി 90,000 വോട്ട് ഉണ്ടായിരുന്നിടത്തു നിന്ന്, അതായത് 2014 വെറും 90,000 വോട്ട് ഉണ്ടായിരുന്നിടത്തു നിന്ന് 2,48,000 മുകളിലേക്കാണ് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ശോഭേച്ചി അവിടെ മത്സരിച്ചുകൊണ്ട് അവിടെ നല്ലൊരു അടിത്തറ പാകിയത്. ആ അടിത്തറ പാകിയ ശോഭേച്ചിയെ തന്നെ ആറ്റിങ്ങലിൽ തന്നെ ഒരു പക്ഷെ നിർത്തിയിരുന്നെങ്കിലും അവിടെ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ശോഭാ സുരേന്ദ്രൻ ഇവിടെ നിന്ന് തന്നെ അടുത്ത തവണയും മത്സരിക്കണം, ഇവിടെ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് സുരേഷ് ഗോപി സാറിന് കിട്ടിയ അവസരം ശോഭേച്ചിക്ക് ഒരു പക്ഷെ കിട്ടിയിരുന്നെങ്കിൽ ഇന്ന് മുരളീധരൻ ഈ തോറ്റിട്ടുള്ള, എനിക്ക് തോന്നുന്നു 1708 വോട്ട് മുരളീധരൻ സാർ പിടിച്ചിരിക്കുന്നത് 3,10,000 മുകളിലാണ് പിടിച്ചിരിക്കുന്നത്. അതായത് കഴിഞ്ഞ തവണ ശോഭേച്ചി 2,48,000 പിടിച്ചെടുത്തു നിന്ന് 3,10,000 മുകളിലേക്ക് മുരളീധരൻ മാറിയിട്ടുണ്ട്. പക്ഷെ ഇവിടെ ശോഭേച്ചി തന്നെ ആയിരുന്നെങ്കിൽ 2019 ശേഷം നമ്മൾ കണ്ടതാണ്, അമേഠി എന്ന് പറയുന്ന മണ്ഡലത്തിൽ സ്മൃതി ഇറാനി എത്രയോ തവണ അവിടെ തന്നെ തമ്പടിച്ചു നിന്നുകൊണ്ട് തന്നെ അവിടെ മത്സരിച്ച് അവിടുത്തെ വികസന പ്രവർത്തനങ്ങളിൽ ഡയറക്റ്റ് ഇടപെട്ടത് കൊണ്ട് തന്നെ അവസാനം രാഹുൽ ഗണ്ഡി എന്ന് പറയുന്ന അത്ര കണ്ട് ഈ പറയുന്ന എല്ലാ സുഖ സൗകര്യങ്ങളിലും അധികാരത്തിന്റെ തണലിലും ഭരിച്ചു പുളച്ച ആ ചങ്ങാതി അവിടെ തോൽപ്പിച്ച് കണ്ടം വഴി ഓടിച്ച് അവസാനം വയനാട് എന്ന് പറയുന്ന മണ്ഡലത്തിലേക്ക് ചുരം കയറി വരേണ്ടി വന്ന അവസ്ഥയൊക്കെ നമ്മൾ കണ്ടതാണ്. അത്തരത്തിൽ ഒരു പക്ഷേ ഭാരതത്തിന്റെ ഝാൻസി റാണിയായിട്ട്, കേരളത്തിന്റെ ഝാൻസി റാണിയായിട്ട് ഈ ആറ്റിങ്ങലിൽ ശോഭാ സുരേന്ദ്രൻ ശോഭേച്ചിക്ക് സാധിക്കുമായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇവരെ ഉപദേശിക്കാനൊന്നും ആളല്ല, പക്ഷെ ഒരു മണ്ഡലത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് അവിടെ തന്നെ 5-10 വർഷങ്ങൾ, ഇപ്പൊ നമ്മൾ കണ്ടു മറ്റൊരു മണ്ഡലം 1 മുതൽ 3 വരെ കിട്ടും സീറ്റ് എന്ന് പറഞ്ഞാൽ ഒന്ന് ആറ്റിങ്ങൽ തന്നെ ആയിരുന്നു. വെറും 1708 വോട്ടുകൾക്കാണ് ആറ്റിങ്ങൽ മണ്ഡലം പോയിട്ടുള്ളത്. പിന്നെയോ മറ്റൊന്നാണ് രാജീവ് ചന്ദ്രശേഖരജി മത്സരിച്ചിട്ടുള്ള തിരുവനന്തപുരം എന്ന് പറയുന്ന മണ്ഡലം. തിരുവനന്തപുരം മണ്ഡലം 1:30 മണി വരെ, ഏകദേശം 2 മണി വരെ തിരുവനന്തപുരം മണ്ഡലത്തിൽ കൃത്യമായിട്ട് രാജീവ് ചന്ദ്രശേഖരജി തന്നെയായിരുന്നു. മൃഗീയ ഭൂരിപക്ഷവും ഉണ്ടായിരുന്നു. 27,000 വോട്ടിന്റെ അടുത്ത് ഭൂരിപക്ഷം കിട്ടിയ അവിടെ നിന്നാണ് പിന്നെ തിരിച്ച് അങ്ങോട്ട് പോയിട്ട് 16,077 വോട്ടിന് ഇന്നിപ്പോൾ ശശി തരൂർ ജയിച്ചു എന്ന് പറയുന്ന ആ അന്തിമ റിസൾട്ട് നമ്മൾ കണ്ടു. അതിനിടയ്ക്ക് 2,000, 1,000, 3,000 അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭൂരിപക്ഷം മറിഞ്ഞു വന്ന അവിടെ രാജീവ് ചന്ദ്രശേഖരൻജി എന്ന് പറയുന്ന വ്യക്തിയെ സത്യത്തിൽ നമ്മൾ എല്ലാവരും കണ്ടത് ഏഷ്യാനെറ്റിന്റെ ഒരു മുതലാളി എന്ന രീതിയിൽ തന്നെയായിരുന്നു. ഈ ഞാൻ അടക്കമുള്ള, അതല്ലെങ്കിൽ എന്നെ കാണുന്ന പലരും അടക്കമുള്ള ആളുകൾ തന്നെ ഈ രാജീവ് ചന്ദ്രശേഖരൻജിയുടെ ചാനലായിട്ടുള്ള ഏഷ്യാനെറ്റ് എന്താണ് ഇവിടെ ചെയ്യുന്നത് എന്നൊക്കെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ആ കണ്ണോടുകൂടി രാജീവ് ചന്ദ്രശേഖരൻജിയെ കണ്ടിരുന്നു. പക്ഷെ എന്തോ ഭാഗ്യം കൊണ്ട് തന്നെ എനിക്കും അവിടെ 1-2 തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാനും അതെങ്കിലും പങ്കാളിയാവാനും സാധിച്ചു എന്നൊരു ഭാഗ്യം കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ അവിടെ കണ്ടതാണ്, രാജീവ് ചന്ദ്രശേഖരൻജി എന്ന് പറയുന്ന ഒരു കോടീശ്വരനായിട്ട് പോലും ഒരു സാധാരണ മലയാളി ആയിക്കൊണ്ട് അദ്ദേഹം തിരുവനന്തപുരത്തിന്റെ മുക്കിലും മൂലയിലും പ്രവർത്തിക്കുന്നതും ആ പ്രവൃത്തിയുടെ ഫലമായിക്കൊണ്ട് തന്നെയാണ് ഏകദേശം 1,00,000-ഓളം ഭൂരിപക്ഷം ഉണ്ടായിരുന്ന വിശ്വ പൗരനായിട്ടുള്ള ഈ ശശി തരൂർ, എന്നാൽ സ്വന്തം ഭാര്യ എങ്ങനെ കൊല്ലപ്പെട്ടു എന്ന ആരോപണത്തിൽ പോലും പേരുദോഷം കേട്ടിട്ടുള്ള, സുനന്ദ പുഷ്കറിന്റെ മരണമൊക്കെ നമ്മൾക്കറിയാം, അത്തരം പേരുദോഷം കേട്ടിട്ടുള്ള
അയാൾക്ക് അവസാനം ഈ പറയുന്ന 16,077 വോട്ടിൽ ഒതുങ്ങേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഈ രാജീവ് ചന്ദ്രശേഖർജി പ്രവർത്തിച്ച ആ BJP-യുടെ എല്ലാ ടൂളുകളും പ്രവർത്തിച്ച എല്ലാതും എണ്ണയിട്ട യന്ത്രങ്ങൾ കണക്ക് പ്രവർത്തിച്ച ആ 2 മണ്ഡലങ്ങളെ നമ്മൾ എടുത്തു പറയേണ്ടതുണ്ട്. അപ്പോൾ 1 മുതൽ 3 വരെ മണ്ഡലം കിട്ടുമായിരുന്നു നമ്മൾക്ക് എന്ന് പറഞ്ഞതിലെ 2 മറ്റ് മണ്ഡലങ്ങളായിരുന്നു. ഒന്ന് തിരുവനന്തപുരവും ഒന്ന് ആറ്റിങ്ങലും. ആറ്റിങ്ങലിൽ 1708 വോട്ടിന് മാത്രമാണ് ഈ പറയുന്ന അടൂർ പ്രകാശ് കഴിഞ്ഞ തവണ 38,000-ന് മുകളിൽ വോട്ടുണ്ടായിരുന്ന ആൾ ജയിച്ചത്. മാത്രമല്ല ഈ തിരുവനന്തപുരത്ത് ശശി തരൂർ 1,00,000-ഓളം വോട്ട് കിട്ടി ജയിച്ചിരുന്ന ആ മണ്ഡലത്തിൽ 16,077-ലേക്ക് ചുരുങ്ങിയതൊക്കെ ഈ BJP-യുടെ കൃത്യമായുള്ള ആസൂത്രണ മികവ് തന്നെയായിരുന്നു. ആ ആസൂത്രണം ഇനി വരാനിരിക്കുന്ന ഈ പറയുന്ന 2029 വരാനിരിക്കുന്ന അടുത്ത ലോക്സഭാ ഇലക്ഷൻ അവിടെയും കൃത്യമായിട്ടും ആസൂത്രണത്തോടു കൂടി ഇന്ന് മത്സരിച്ചിട്ടുള്ള എല്ലാ നേതാക്കന്മാരും അതല്ലെങ്കിൽ എല്ലാ സ്ഥാനാർത്ഥികളും അവരുടേതായുള്ള കഴിവുകൾ പൂർണ്ണമായിട്ട് അതാത് മണ്ഡലങ്ങളിലേക്ക് തന്നെ ഊർജം നൽകിക്കൊണ്ട് തന്നെ അവിടെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ സുഖമായിട്ട് ഈ പറയുന്ന 20 സീറ്റിൽ പകുതിയിലധികം പിടിച്ചെടുക്കാൻ പറ്റുമെന്നുള്ളത് നിസ്സംശയം നമുക്ക് പറയാൻ പറ്റും. ഇനിയും ഒരു ചെറിയൊരു കൂട്ടിച്ചേർക്കൽ കൂടെ കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്. കാരണം നിങ്ങൾക്കറിയാമല്ലോ, സുരേഷ് ഗോപി എന്ന് പറയുന്ന മനുഷ്യൻ അദ്ദേഹം തോൽക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ തിരഞ്ഞെടുപ്പിന്റെ ആ തലേന്ന് വരെ ഒരു വാർത്ത ചെയ്തിരുന്ന ഒരു വാർത്താ ചാനൽ ഉണ്ടായിരുന്നു. എനിക്ക് ആ ചാനലിന്റെ പേര് ഇന്ന് പറയാൻ മടിക്കേണ്ടതില്ല. ക്രൈം എന്ന് പറയുന്ന ഓൺലൈൻ ചാനൽ നിങ്ങൾ എല്ലാവർക്കും അറിയാം. ക്രൈം ചാനൽ ഉടമ ഈ പറയുന്ന നന്ദകുമാർ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി ചെയ്ത വാർത്ത എല്ലാവരും കണ്ടതാണ്. ഞാൻ അദ്ദേഹത്തെ പേഴ്സണലായിട്ട് എന്റെ ആ ഒരു സുഹൃത്ത് ബന്ധം വെച്ചുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഞാൻ ബന്ധപ്പെട്ടു. സർ, ഈ ചെയ്തത് ശരിയല്ല, ഈ വാർത്ത പിൻവലിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ചെയ്ത ആ വാർത്തയ്ക്ക് താഴെ ആയിരക്കണക്കിന് പ്രതിഷേധ കമന്റുകൾ വന്ന സമയത്ത് അയാൾ അവസാനം ആ വാർത്ത ഡിലീറ്റ് ചെയ്തുകൊണ്ട് അവസാനം സുരേഷ് ഗോപിക്കെതിരെ ഞാൻ ചെയ്ത ഈ വാർത്ത ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞ് മാപ്പ് പറഞ്ഞ് രംഗത്ത് വന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അദ്ദേഹം ആ വാർത്ത ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന എന്താ ഒരു ടൂൾ ആയിരുന്നു, ഒരു വനിതയെ ഉപയോഗിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം ആ ഒരു വാർത്ത ചെയ്തിരുന്നത്. ഞാൻ കൃത്യമായിട്ടും ഈ വാർത്ത ശരിയല്ല, ഇത് എനിക്ക് അറിയുന്ന ആളുകളാണ്, അറിയുന്ന കാര്യമാണെന്ന് പറഞ്ഞപ്പോൾ എനിക്കെതിരെ വന്നത് എന്തെന്നറിയാമോ? സ്ത്രീ പീഡന പരാതിയാണ് ഈ പറയുന്ന വ്യക്തി മൂലം എനിക്ക് നേരിടേണ്ടി വന്നത്. മാത്രമല്ല അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിൽ പ്രവർത്തിക്കുന്ന സ്റ്റാഫുകളെ ഉപയോഗിച്ചുകൊണ്ട് നമ്മളെ ഉപദ്രവിക്കുക എന്നതിന്റെ പേരിലൊക്കെ ഏകദേശം 3 ദിവസത്തോളം നമ്മൾ റിമാൻഡ് ചെയ്യപ്പെട്ടു എന്നുള്ളത് ഇന്ന് സുരേഷ് ഗോപി സാർ ജയിച്ചിരിക്കുന്ന ഈ നിമിഷത്തിൽ വളരെ സന്തോഷത്തോടു കൂടി അഭിമാനത്തോടു കൂടി പച്ചയ്ക്ക് വിളിച്ച് പറയേണ്ടതുണ്ട്. കാരണം അദ്ദേഹം ത്തിന് വേണ്ടി നിരത്തിലിറങ്ങിക്കൊണ്ട് വെയിൽ കൊണ്ടുകൊണ്ടും നമ്മൾ നേരിട്ട് ഇറങ്ങിയിട്ടില്ലെങ്കിൽ പോലും അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിച്ച ഓൺലൈൻ മേഖലയിലായാലും ഒരു ചെറിയൊരു അക്ഷരം എഴുതിയിട്ടാണെങ്കിൽ പോലും പ്രവർത്തിച്ചിട്ടുള്ള എല്ലാവരോടും അദ്ദേഹം ഇന്ന് നന്ദി പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിന്റെ പ്രസ് മീറ്റ് കണ്ടതുകൊണ്ട് തന്നെ ഇതിൽ അഭിമാനത്തോടു കൂടി തന്നെ അദ്ദേഹത്തിന്റെ ആ ഒരു വിഷയത്തിൽ 3 ദിവസം റിമാൻഡിൽ കിടക്കേണ്ടി വന്നു എന്നുള്ള ആ ഒരു ചാരിതാർത്ഥ്യം അഭിമാനത്തോടെയാണ് ഇന്ന് ഞാൻ അതിനെ കാണുന്നത് എന്നത് കൂടി കൂട്ടിച്ചേർക്കാണ്. എന്തായാലും കൺക്ലൂഷനിലേക്ക് കടക്കാം ടീച്ചറെ. 1 മണിക്കൂർ കഴിഞ്ഞു. ഇപ്പോ കുറച്ച് ദിവസം മുമ്പേ, ഏതാണ്ട് കഴിഞ്ഞ ആഴ്ച, വെള്ളത്തില് ശ്വാസം കിട്ടാതെയുള്ള ഒരു പെടഞ്ഞു മരണം നമ്മൾ കണ്ടു. ഒരു SFI-കാരൻ തന്നെയായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് പരുമല എന്ന് പറയുന്ന കോളേജിലെ ഒരു ABVP പ്രവർത്തകര്, ഒരു വിഭാഗം ആളുകള്, അവരെ ഈ SFI, DYFI അതുപോലെ CPM ഇവര് പമ്പയാറ്റിൽ മുക്കിക്കൊന്നു, വളരെ ഭീകരമായിട്ട് തന്നെ. ആ കുട്ടികളുടെ ശ്വാസം കിട്ടാതെയുള്ള പിടച്ചിലുണ്ടല്ലോ, മക്കളെ സ്നേഹിക്കുന്ന മക്കളുള്ള മാതാപിതാക്കൾക്ക് വലിയ ഒരു വേദനയാണ്. ഏറ്റവും ഒടുവിലത്തെ സംഭവം എടുത്താൽ, ഞങ്ങളുടെ പാർട്ടി ഭരിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് എന്ത് തെമ്മാടിത്തരവും ഈ നാട്ടിൽ ചെയ്യാം എന്ന് തെളിയിക്കുമായിരുന്നു സിദ്ധാർത്ഥനെ കൊന്നു കെട്ടിത്തൂക്കിയ സംഭവം. എന്നിട്ട് ഇരകൾക്ക് നീതി എന്ന് പറഞ്ഞിട്ട് ആർക്കാണ് നീതി കിട്ടിയെന്ന് നമുക്കറിയാം. കേരളത്തിലെ ഓരോ CPM-കാരന്റെ മനസ്സിലും ഒരുപക്ഷെ ഈ ദിവസം, ഇന്നത്തെ ദിവസം എന്തുകൊണ്ട് എന്നത് അവർക്ക് മറക്കാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതായത് കേരളത്തിൽ എന്തായിരുന്നു അധികാരം വെച്ച് ഇവര് കാണിച്ചു കൂട്ടിയത്. ഇപ്പോ ഇന്ത്യ ടുഡേ ആക്സിസ് ഇതിന്റെ ഒരു സർവേ നടക്കുന്നു കേരളത്തില്. CPM-ന്റെ കാര്യമായ വോട്ട് ശോഷണം എന്തുകൊണ്ടാണ് എന്ന് അവര് തന്നെ അവിടെ പറയുന്നുണ്ട്. ഒന്ന്, അതിരുവിട്ട ന്യൂനപക്ഷ പ്രീണനമാണ്. നമുക്കറിയാം ഓരോ സന്ദർഭങ്ങളിലും ഇപ്പൊ ഏറ്റവും കൂടുതൽ മലദ്വാർ ഗോൾഡ്, മയക്കുമരുന്ന് കള്ളക്കടത്ത്, ഏറ്റവും ഒടുവിലായി സുരഭി എന്ന് പറഞ്ഞ് ഒരു സുറാബി ഖാത്തൂൺ എന്ന് പറയുന്ന മുസ്ലിം യുവതിയെ വരെ ഉമ്മറത്ത് 1 കിലോ സ്വർണം വെച്ച രൂപത്തിൽ നമ്മൾ കണ്ടു. മാധ്യമങ്ങൾ പോലും ആ വാർത്ത സുരഭി സുറാബി ഖാത്തൂൺ ആണ് എന്ന് അറിഞ്ഞാലെങ്കിലും അതിനെ തിരുത്താൻ ശ്രമിക്കാത്തത് നമ്മൾ കണ്ടു. ഇങ്ങനെ
വേട്ടക്കാരായി വരുന്നവർ, പ്രതികളായി വരുന്നവർ മുസ്ലിങ്ങളാണെങ്കിൽ അനാവശ്യമായി അതിരുവിട്ട ന്യൂനപക്ഷ പ്രീണനം. എന്നിട്ട് അവരെന്താ ചെയ്തത്? എല്ലാം വോട്ട് ബാങ്കിന് വേണ്ടി കളിച്ചതായിരുന്നില്ലേ ഈ ഉസ്താദുമാർ ഏറ്റവും കൂടുതൽ വഴിവിട്ട രൂപത്തിൽ കുട്ടികളെ പീഡിപ്പിക്കാൻ തുടങ്ങിയത്? എല്ലാ തരത്തിലുള്ള അതിരുവിട്ട പ്രവർത്തനങ്ങൾക്കും കാരണമായത് പിണറായി വിജയന്റെ ഭരണത്തിലായിരുന്നു. അദ്ദേഹം എന്നിട്ടും അവർക്ക് ആർക്കും എതിരെ ഒരു കേസ് എടുക്കാതെ ഈ ന്യൂനപക്ഷ പ്രീണനം അഴിച്ചുവിട്ടു. എന്നിട്ട് എന്ത് ചെയ്തു? അതുകൊണ്ട് CPM-ന്റെ നട്ടെല്ല് എന്ന് അവര് തന്നെ വിശേഷിപ്പിക്കുന്ന ഹിന്ദു വോട്ടുകൾ പോലും അവർക്ക് ലഭിച്ചില്ല. കാരണം എന്താ? അതിരുവിട്ട ന്യൂനപക്ഷ പ്രീണനം എല്ലാവർക്കും മനസ്സിലായി. ഈ രാജ്യം നശിച്ചാലും സാരമില്ല, എനിക്ക് അധികാര കസേരയിൽ അമർന്നിരുന്നാ മതി എന്നുള്ള ഒരു അധികാര തിമിരം ബാധിച്ച മുഖ്യമന്ത്രിയാണിതെന്നും അതിന് പാർട്ടി അടിമകൾ, അനുഭാവികൾ എന്ന് പറയാൻ നമുക്ക് പറ്റില്ല, പാർട്ടി അടിമകൾ അതിനുവേണ്ടി ചൂട്ടുപിടിക്കുന്നവരാണെന്നും ചിന്തിക്കുന്ന വലിയ ഒരു വിഭാഗം ആളുകൾക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് അവർ ആ രൂപത്തിൽ പ്രതികരിക്കാൻ തയ്യാറായത്. അവർക്ക് വേറെ ഒന്നും പറയാൻ പറ്റില്ല. സോഷ്യൽ മീഡിയയിൽ കിടന്ന് ഞാനോ നീയോ കിടന്ന് സംസാരിച്ചത് കൊണ്ട് കാര്യമില്ല. മറിച്ച് നമ്മളുടെ സമ്മതിദാന അവകാശം രേഖപ്പെടുത്തി വേണം ഈ സർക്കാരിനോടുള്ള നമ്മളുടെ എതിർപ്പ് അറിയിക്കാനെന്ന് ജനങ്ങൾ ചിന്തിച്ചു. ഇപ്പൊ എന്താ സംഭവിച്ചത്? ജനവിധിയെ പോലും മാനിക്കുന്നില്ല. എന്നിട്ട് അക്രമപ്പേക്കൂത്ത് നടത്താൻ ഇവർ തയ്യാറാകുവാണ്. സോഷ്യൽ മീഡിയയിൽ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. എന്നിട്ട് അവര് പ്രവർത്തകർക്ക് നിർദ്ദേശം നൽകുന്നത് എന്താണെന്ന് നമുക്കറിയാം. നേതാക്കന്മാരുടെ പോസ്റ്റുകളൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. ജനാധിപത്യത്തിൽ ജനവിധി എന്തായിരുന്നാലും ശരി അത് അംഗീകരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അതാണ് നമ്മുടെ നിയമം. എന്നിട്ട് അതിന് പകരം പച്ച നുണകൾ പടച്ചുവിട്ട് വോട്ടിംഗ് മെഷീൻ, ഒരാള് 50 വോട്ട് ചെയ്യുന്നു, പണം കൊടുത്ത് വോട്ടർമാരെ വാങ്ങുന്നു, എന്തൊക്കെയായിരുന്നു ഇതൊക്കെ പറഞ്ഞിട്ട് കലാപം അഴിച്ചുവിടാനുള്ള ഇടതിന്റെയും വലതിന്റെയും ഗൂഢാലോചനകൾ ഉണ്ടല്ലോ, അതിനെതിരെ ജനങ്ങൾ ജാഗ്രത പാലിക്കാൻ നിർബന്ധിതരായി. അവർക്ക് മനസ്സിലായി ഇപ്പോ എന്തേ EVM തട്ടിപ്പെന്ന് പറഞ്ഞിട്ട് നട്ടാൽ കുരുക്കാത്ത നുണയുമായിട്ട് എന്തേ ഇവരിറങ്ങാത്തത്? ഇവര് ശരിക്കും പറഞ്ഞാൽ ഇവർ ഇറങ്ങേണ്ടതായിരുന്നില്ലേ? ജിഹാദി മാധ്യമങ്ങളൊക്കെ അതിന് കൊടപിടിക്കാനുണ്ടാകുമായിരുന്നല്ലോ. മുക്കാൽ മാധ്യമങ്ങള് അവരൊക്കെ വലിയ തോതിൽ ചർച്ചകൾ ചെയ്യുമായിരുന്നല്ലോ. EVM തട്ടിപ്പാണ് കേട്ടോ, നരേന്ദ്രമോദി അങ്ങനെ ചെയ്തത് കൊണ്ടാണ് കേട്ടോ. എന്നിട്ട് എന്താ ഇപ്പൊ ഇവരിതൊന്നും പറയാത്തത്? അങ്ങനെയാണെങ്കിൽ ഈ കേരളക്കരയില് കമ്മികൾ പറയേണ്ടതല്ലേ കോൺഗ്രസ്സുകാർ EVM തട്ടിപ്പ് നടത്തിയെന്ന്? അവരല്ലേ ഭൂരിപക്ഷം, മൃഗീയ ഭൂരിപക്ഷം അവരല്ലേ കൊണ്ടുപോയത്? അപ്പോ ഒരു മനുഷ്യനെ സ്നേഹിക്കാൻ മാത്രം അറിയുന്ന, തിരിച്ച് നിങ്ങൾ പ്രതികരിക്കുന്നത് പോലെ പ്രതികരിക്കാൻ അറിയാത്ത ഒരു പാവം മനുഷ്യൻ, ആ മനുഷ്യൻ മകള് നഷ്ടപ്പെട്ട ഓർമ്മയില് മക്കളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരച്ഛൻ, അയാളെ വേട്ടയാടിയപ്പോൾ ഇവരറിഞ്ഞില്ല. 18 സീറ്റ് ഇവര് കൊണ്ടുപോകട്ടെ, കമ്മികൾ കൊണ്ടുപോകട്ടെ, കുഴപ്പമില്ല. ഒരു സീറ്റ് ഇനി അല്ല 18 സീറ്റ് കോൺഗ്രസ് കൊണ്ടുപോകട്ടെ, ഒരു സീറ്റ് കമ്മികൾ കൊണ്ടുപോകട്ടെ. ആദ്യമായി ജയിച്ച ഒരു മനുഷ്യനുണ്ടല്ലോ, നിങ്ങളൊക്കെ വേട്ടയാടി, എന്നിട്ട് മാധ്യമങ്ങളൊക്കെ അത് ആഘോഷിച്ചു. പക്ഷേ ആ മനുഷ്യനല്ല നിങ്ങൾക്ക് മറുപടി തന്നത്. അതാണ് നമ്മൾ പാടത്തു ജോലിയും വരമ്പത്ത് കൂലിയും എന്ന് പറയും. തൃശ്ശൂരിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിന്ന് തൃശ്ശൂര് നിങ്ങൾ എടുക്കണ്ട, പൊങ്ങില്ല, ഞങ്ങൾ അങ്ങോട്ട് തരാം. അങ്ങനെ അതാണ് നമ്മളിപ്പോ കാണുന്നത്. നമുക്കറിയാം കേരളത്തില് കോൺഗ്രസിന്റെ ഏറ്റവും വലിയ സഖ്യകക്ഷി മുസ്ലിം ലീഗാണ്. ഇടതനും വലതനും കേരളം പിടിച്ചിട്ടുള്ളത് എല്ലാം മുസ്ലിങ്ങളെ താങ്ങി നിന്നിട്ട് തന്നെയാണ് എല്ലാ കാലവും. ആ ഒരു ഉണ്ട ചോറിന് നന്ദി കാണിക്കുക എന്ന് പറയുന്നത് പോലെ എല്ലാ കാലവും മുസ്ലിങ്ങളോടുള്ള പ്രീണനം ഈ രണ്ട് കക്ഷികളും കാണിച്ചിട്ടുമുണ്ട്. അബ്ദുൽ നാസർ മദനിയോടൊപ്പം ഇരുന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി മത്സരിച്ച് ഇടതനെയും വലതനെയും ഒക്കെ നമുക്കറിയാം. അവിടെ ഇരിക്കട്ടെ. ഇനിയും ബംഗാളില് മുഖ്യ സഖ്യകക്ഷി ആരാണ്? CPM. തന്നെയുമല്ല മുസ്ലിം ലീഗിനെ മുന്നണിയിൽ അവര് കൂട്ടിയോ? 7 അയലത്ത് അടുപ്പിച്ചിട്ടില്ല. കേരളത്തില് CPM-ന് മുസ്ലിങ്ങൾ ഹറാമാണോ? അല്ല, BJP ആണ് അവർക്ക് ഹറാമ്. തമിഴ്നാട്ടിൽ അവർക്ക് സുന്നത്തായിട്ട് മാറുകയാണ്. അപ്പോ രാഷ്ട്രീയക്കാരെ രാഷ്ട്രീയത്തിനകത്ത് മതം കടത്താൻ നിർബന്ധിതരാക്കുന്ന ഇത്തരം നേതാക്കന്മാരുണ്ടല്ലോ, ഇത്തരം രാഷ്ട്രീയ നാടകങ്ങളൊന്നും ഇനി സാധാരണക്കാരനോട് ചെലവാകില്ല. അവർ അപ്ഡേറ്റഡ് ആണ്. അവർ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നു. അവർക്കുള്ള അഭിപ്രായങ്ങൾ കമന്റ് രൂപത്തിൽ, അതല്ലെങ്കിൽ വീഡിയോ രൂപത്തിൽ, വാട്സപ്പ് ചർച്ചകളിൽ, ഓഡിയോ രൂപത്തിലൊക്കെ അവർക്ക് പറ്റുന്നുണ്ട്.
അതുകൊണ്ട് നമ്മൾ ഇത്രയും പരാജയപ്പെട്ടു പോകും LDF കേരളത്തിൽ നിന്ന് പ്രതീക്ഷിച്ചിട്ടില്ല. നമ്മൾ അങ്ങനെ പറയുമായിരുന്നെങ്കിൽ പോലും എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന് വിചാരിച്ചു. ജനങ്ങൾ മടുത്തു എന്നിപ്പോ മനസ്സിലായില്ലേ? ഇവിടെ നമ്മുടെ LDF ആണെങ്കിലും UDF ആണെങ്കിലും ചിന്തിക്കുന്നത് ഒന്നേ ഉള്ളൂ, ഇനി ആരധികാരത്തിൽ വന്നാലും ശരി BJP തകർക്കണം. ഇതാണ് ഇവരുടെ നിശ്ചയദാർഢ്യം. ഇനിയും കോൺഗ്രസിന് വോട്ട് ചെയ്യാൻ തീരുമാനിച്ചത് എന്തുകൊണ്ടാണ്? BJP ജയിക്കരുത് എന്നതുകൊണ്ടാണ് എന്ന് 916 മതേതരന്മാര് പറയണതൊക്കെ നമ്മൾ കേട്ടില്ലേ? ഇപ്പൊ ഏറ്റവും ഒടുവിൽ പോപ്പുലർ ഫ്രണ്ട് അതിന്റെ നേതാവ് അഷ്റഫ് മൗലവിയാണ് ഞങ്ങളുടെ വോട്ടുകളൊക്കെ കോൺഗ്രസിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചത് നമ്മൾ കണ്ടില്ലേ? ദേശീയ തലത്തില് പാർലമെന്റ് തെരഞ്ഞെടുപ്പില് ഇന്ത്യ മുന്നണിക്ക് വേണ്ടി CPM പ്രവർത്തിക്കുമ്പോൾ കോൺഗ്രസ് ആ മുന്നണിയിലെ പ്രധാനപ്പെട്ട കക്ഷിയാണ്. സ്വാഭാവികമായും അത് കേരളത്തിൽ CPM-നെ ബാധിക്കും. അതാണ് ഇപ്പൊ നമ്മൾ കണ്ടത്, അല്ലേ? എന്തായാലും ഇനി കാണാനിരിക്കുന്ന വലിയൊരു പൂരം കൂടിയുണ്ട് വയനാട് എന്ന് പറയുന്ന മണ്ഡലത്തിൽ സംഭവിക്കാൻ പോകുന്ന ഒരു സാധനം. കാരണം റായ്ബറേലി എന്ന് പറയുന്ന മണ്ഡലത്തിൽ കൂടി രാഹുൽ ഗാന്ധി മത്സരിക്കുന്നുണ്ട്. പക്ഷെ റായ്ബറേലിയേക്കാൾ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ഇദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നത് 3,64,422 വോട്ടിനാണ് ഇദ്ദേഹം ജയിച്ചിട്ടുള്ളത്. പക്ഷെ ഈ 3 ലക്ഷം പോയിട്ട് 2 ലക്ഷം പോലും കിട്ടിക്കഴിഞ്ഞാൽ പോലും റായ്ബറേലി നിലനിർത്തിക്കൊണ്ട് ഇനി ഇയാൾ വയനാട് ഉപേക്ഷിക്കും എന്നുള്ളത് 100 തരം ഉറപ്പാണ്. കാരണം അവിടം വിട്ടുകൊണ്ട് ഹിന്ദി ബെൽറ്റ് വിട്ടുകൊണ്ട് മലയാള നാട്ടിലേക്ക് മല കയറിയ എന്ന പേരുദോഷം ഉള്ളത് കൊണ്ട് തന്നെ അത് തിരുത്തി ഇനി അടുത്ത തിരഞ്ഞെടുപ്പ് നേരിടേണ്ടതുണ്ട് കൊണ്ട് തന്നെ വയനാട് ഇയാൾ ഉപേക്ഷിക്കും എന്നുള്ളതാണ്. അപ്പോൾ വയനാട്ടിൽ ഇയാളെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ഈ 3,64,422 ആളുകൾ ആരായി എന്ന് മാത്രം വലിയൊരു ചോദ്യം ഇട്ടുകൊണ്ട് എല്ലാ കാലത്തും ധർമ്മത്തിനെതിരെ അധർമ്മം പൊരുതി കഴിഞ്ഞാലും ആ അധർമ്മത്തെ തോൽപ്പിച്ചുകൊണ്ട് ധർമ്മം വിളയാടുക തന്നെ ചെയ്യും. അത് പറഞ്ഞിട്ടുള്ളത് നമ്മളാരുമല്ല, നമ്മുടെയൊക്കെ പുരാണ പിതാക്കന്മാരൊക്കെ അത് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നമ്മുടെ വേദഗ്രന്ഥങ്ങളിലൊക്കെ അത് കൃത്യമായിട്ടും പറഞ്ഞിട്ടുണ്ട്, പുരാണങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് ധർമ്മം വിളയാടിയിരിക്കുന്നു, അധർമ്മത്തിനെതിരെ ധർമ്മം വിജയിച്ചു കയറിയിരിക്കുന്നു. ഇനി വരാനിരിക്കുന്ന നാടുകളിൽ ആ ധർമ്മത്തിന്റെ പൂർണ്ണമായിട്ടുള്ള തകർച്ച തന്നെയാണെന്ന് നമുക്ക് സ്വപ്നം കാണാം. അതിനുവേണ്ടി കാത്തിരിക്കാമെന്ന് മാത്രം പറഞ്ഞുകൊള്ളാം. തൽക്കാലം നമുക്ക് ഇവിടെ ഈ ചൊറിയാതെ വയ്യ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാമെന്ന് പറയാം. ടീച്ചറുടെ അനുമതിയോടുകൂടി വൈൻഡ് അപ്പ് ചെയ്യാം. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്.